സകല ലോകത്തിന്റെയും രാജാവും എന്റെ കർത്താവുമായ നമ്മുടെ ദൈവം വാഴ്ത്തപ്പെട്ടു. ആ ധന്യവും നിസ്തുല്യമായ നാമത്തിൽ എല്ലാ പ്രിയപ്പെട്ടവർക്കും എൻ്റെ വന്ദനത്തെ അറിയിക്കുകയും ഈ ദൈവജന പഠനത്തിലേക്ക് ഏവരെയും ഹാർദവമായി സ്വാഗതം ആശംസിക്കുകയും ചെയ്യും. നാം തുടർമാനമായി പഠിച്ചു വരുന്ന ആ വിഷയത്തിന്റെ ബാക്കി ഭാഗം ഇന്ന് ചിന്തിക്കാൻ ദൈവകൃപയിൽ ഞാനും ശരണപ്പെടും. നമ്മൾ ഉൽപ്പത്തി പുസ്തകം 32-ാം അധ്യായത്തിൽ ചില കാര്യങ്ങളൊന്ന് ചിന്തിക്കാനായിട്ടാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. കഴിഞ്ഞ ക്ലാസ്സിൽ ലാബാന്റെ വീട്ടിൽ നിന്നും യാക്കോബ് മായപ്പന്റെ മുഖം വാടുന്ന കണ്ട് ഇറങ്ങി ഓടുന്നതും അവിടുന്ന് എല്ലാം പോരുന്നതൊക്കെ നമ്മൾ കണ്ടു. പോന്ന വരവിൽ റാഹേൽ അവിടുന്ന് പലതും അടിച്ചു മാറ്റിക്കൊണ്ട് പോകുന്നതും നമ്മൾ കണ്ടു. ഗൃഹബിംബം താൻ മോഷ്ടിച്ചു. അന്വേഷിച്ച ആൾക്കാർ വന്നപ്പോൾ എനിക്ക് എഴുന്നേൽക്കാൻ വയ്യാത്തൊരു സാഹചര്യത്തിലാണെന്നൊക്കെ പറഞ്ഞു. അതൊക്കെ നമുക്കറിയാവുന്ന കാര്യങ്ങളാണ്. ഞാൻ അതൊക്കെ കഴിഞ്ഞ ക്ലാസ്സിൽ ഓർപ്പിച്ചതായതുകൊണ്ട് ഞാനത് ആവർത്തിക്കുന്നില്ല. എനിക്ക് ഇന്ന് നിങ്ങളോട് പങ്കുവെക്കാനുള്ളത്, കഴിഞ്ഞ ദിനങ്ങളിൽ നമ്മൾ വായിച്ചല്ലോ, യാക്കോബിന്റെ മേൽ സൂര്യൻ അസ്തമിച്ചു. എന്നാൽ ഇന്ന് യാക്കോബിന്റെ മേൽ സൂര്യൻ ഉദിക്കുന്ന രംഗം നമ്മൾ പെട്ടെന്നൊന്ന് ധ്യാനിച്ച് ഇന്നത്തെ ക്ലാസ് അവസാനിപ്പിക്കാം. അതിലൂടെ ഞാൻ ഉദ്ദേശിക്കുന്നത് യാക്കോബ് എങ്ങനെ ദൈവത്തിൽ യഥാസ്ഥാനപ്പെട്ടു എന്നുള്ളതാണ്. എനിക്ക് മനസ്സിലാകാത്തൊരു കാര്യം, 81-ാം സംഘത്തിലുണ്ട് ഞങ്ങളെ യഥാസ്ഥാനപ്പെടുത്തണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഞങ്ങളെ യഥാസ്ഥാനപ്പെടുത്തണമേ. നമുക്ക് തന്നെ ഒരു തിരിച്ചറിവ് ഉണ്ടാകണം, എനിക്കൊരു യഥാസ്ഥാപനം ആവശ്യമാണ്. അങ്ങനെ ഒരു ബോധ്യം ഉണ്ടെങ്കിലേ നാം ഈ ചിന്തിക്കുന്ന വിഷയം കൊണ്ട് നമുക്ക് പ്രയോജനം ഉണ്ടാകും. അപ്പൊ നിങ്ങൾ ചിന്തിക്കും, ഇനി എന്താ യഥാസ്ഥാനപ്പെടാനിരിക്കുന്നു? ഞങ്ങളൊക്കെ യഥാസ്ഥാനപ്പെട്ടവരാണല്ലോ, ദൈവകൃപയിൽ നിൽക്കുന്നവരാണല്ലോ, പ്രാർത്ഥിക്കുന്നവരാണ്, ആരാധിക്കുന്നവരാണ്, ദൈവശബ്ദം കേൾക്കുന്നവരാണ്, ദൈവപ്രവൃത്തി കാണുന്നവരുമാണ്. ഓരോ ദിവസവും ദൈവത്തിന്റെ പ്രവൃത്തി അനുഭവിച്ചുകൊണ്ട് പോകുന്നവരാണ് ഞങ്ങൾ. അങ്ങനെയുള്ള ഞങ്ങൾ യഥാസ്ഥാനപ്പെടണമെന്നാണോ ഷാജി പാസ് ഉദ്ദേശിക്കുന്നത്? അല്ലേ? ന്യായമായ ഒരു ചോദ്യമാണ്. ഞാൻ പറയും, അത് തന്നെയാണ് ഞാൻ ഉദ്ദേശിച്ചത്. പാടുന്നത് കൊണ്ടും പ്രാർത്ഥിക്കുന്നത് കൊണ്ടും ആരാധിക്കുന്നത് കൊണ്ടും അന്യഭാഷ പറയുന്നത് കൊണ്ടും ദൂത് പറയുന്നത് കൊണ്ടും വ്യാഖ്യാനിക്കുന്നത് കൊണ്ടും വീര്യപ്രവർത്തികൾ ചെയ്യുന്നത് കൊണ്ടുമെല്ലാം ദൈവം നമ്മിൽ പ്രസാദിക്കുന്നുണ്ടെന്ന് വിശ്വസിക്കുന്ന ആളല്ല ഞാൻ. സ്തോത്രം. അത് കൊള്ളാവല്ലേ? ഞാൻ വെറുതെ ക്ലാസ് ആയതുകൊണ്ട് എനിക്ക് വെറുതെ പറഞ്ഞു പോകാൻ ഒക്കത്തില്ലല്ലോ. അല്ലെ, സണ്ണിച്ചാനെ പോലുള്ളവരൊക്കെ ഇത് കഴിയുമ്പോൾ എന്നെ വിളിച്ചു ചോദിക്കുക, അതിന്റെ വാക്കും തെളിവ് തരാൻ പറഞ്ഞു. ഞാൻ പറയാം, നമുക്ക് വാക്യം നോക്കി തന്നെ പോകാം. എടുത്ത എബ്രായ ലേഖനം 3-ാം അധ്യായത്തിന്റെ 8-ാമത് വാക്യം. എബ്രായ ലേഖനം 3-ാം അധ്യായം 8-ാമത് വാക്യം ഞാനും എടുക്കാം, നിങ്ങളും എടുത്ത് ഒന്ന് വായിച്ചേ. ഇന്ന് നിങ്ങൾ അവന്റെ ശബ്ദം കേൾക്കുന്നുവെങ്കിൽ മരുഭൂമിയിൽ വെച്ചു പരീക്ഷാ ദിവസത്തിലെ മത്സരത്തിൽ എന്ന പോലെ നിങ്ങളുടെ ഹൃദയം കഠിനമാക്കരുത്. അവിടെ വെച്ച് നിങ്ങളുടെ പിതാക്കന്മാർ എന്നെ പരീക്ഷിച്ച് 40 ആണ്ട് എന്റെ പ്രവൃത്തികളെ കണ്ടിട്ടും എന്നെ ശോധന ചെയ്തു. അതുകൊണ്ട് എനിക്ക് ആ തലമുറയോട് നീരസമുണ്ടായി. അവർ എപ്പോഴും തെറ്റിപ്പോകുന്ന ഹൃദയമുള്ളവർ എന്നും വഴികളെ അറിയാത്തവർ എന്നും ഞാൻ പറഞ്ഞു. അവർ എന്റെ സ്വസ്ഥതയിൽ പ്രവേശിക്കയില്ല എന്ന് ഞാൻ എന്റെ ക്രോധത്തിൽ സത്യം ചെയ്തു. മതി, നോക്കണേ. 40 ആണ്ട് എനിക്ക് ആ തലമുറയോട് പ്രസാദമുണ്ടായിരുന്നു, അങ്ങനല്ലേ? 40 ആണ്ട് എനിക്ക് ആ തലമുറയുടെ പ്രസാദമായിരുന്നെന്നാണോ? പിന്നെ വാക്ക് ഒന്നുകൂടെ ശ്രദ്ധിച്ചേ. 40 ആണ്ട് എന്റെ പ്രവൃത്തികളെ കണ്ടിട്ടും
എന്നെ ശോധന ചെയ്തു. ആ അതുകൊണ്ട് ആ എനിക്ക് ആ തലമുറയോട് നീരസമുണ്ടായി. ആ അതുകൊണ്ട് ആ എപ്പോഴും തലമുറയോട് എനിക്ക് മതി 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 അതുകൊണ്ട് എനിക്ക് ആ തലമുറയോട് നീരസമുണ്ടായി. ലിസൺ മീ, എന്നെ ഒന്ന് ശ്രദ്ധിച്ചേ. 40 ആണ്ട് എന്റെ പ്രവൃത്തി കണ്ടിട്ടും അവിടെ ഹൃദയം കഠിനപ്പെട്ടതേ ഉള്ളൂ. അതുകൊണ്ട് എനിക്ക് ആ തലമുറയോട് പ്രസാദം ഉണ്ടായെന്നല്ല, നീരസം ഉണ്ടായെന്ന. യു ഗോട്ട് ഇറ്റ്? 40 ആണ്ട് എനിക്ക് ആ തലമുറയോട് നീരസമുണ്ടായി. എന്റെ ചോദ്യം, ചെങ്കടൽ കടന്ന് കയറിയ ഉടനെ മോശയുടെ പർവ്വതത്തിലേക്ക് കയറി വരാൻ പറഞ്ഞു. കയറി ചെന്നു, ന്യായപ്രമാണം കൊടുക്കുന്നു. അതിനുശേഷം സമാഗമന കൂടാരം പണിയുന്നു, അത് ദൈവകരങ്ങളിൽ സമർപ്പിക്കുന്നു. യഹോവയുടെ ശെഖേന ഇറങ്ങുന്നു, മേഘം കുട പോലെ അവർക്ക് മീതെ വിരിഞ്ഞു നിൽക്കുന്നു. പകൽ മേഘസ്തംഭം അങ്ങനെ നിൽക്കുന്നു, രാത്രി അഗ്നിസ്തംഭം കിട്ടുന്നു. രാവിലെ എഴുന്നേറ്റ് വരുമ്പോൾ ലൈക്ക് എ കോറിയാൻഡർ സീഡ്, കൊത്തമല്ലി പോലിരിക്കുന്ന സാധനം ആകാശത്ത് നിന്ന് പൊഴിഞ്ഞു വീണത് പെറുക്കിയെടുക്കുന്നു. ശ്രേഷ്ഠമായ ഭക്ഷണമാണ് കൊടുത്തത്, ഇടിച്ചു പൊടിച്ച് അപ്പമാക്കി തിന്നു, അല്ലെ? കാടപ്പക്ഷിയെ കൊടുത്തു. പിളർക്കപ്പെട്ട പാറകൾ വെള്ളം കുതിച്ചു ചാടി അവരെവിടെല്ലാം പോയി ഇവരുടെ പുറകെ വെള്ളം ചെല്ലുക. 1-2 ദിവസമല്ല, 40 വർഷം ഒന്നിനു പുറകെ ഓരോരോ ദൈവപ്രവൃത്തി കണ്ടാണ് ഈ ജനം മുന്നോട്ട് പോണത്. ഈ ദൈവപ്രവൃത്തിയൊക്കെ കാണുമ്പോഴും ദൈവത്തിന് ഇവരോട് നീരസമാണ്. വല്ലതും മനസ്സിലാകുന്നുണ്ടോ? നമ്മുടെ ചിന്ത ഞായറാഴ്ച ചെന്ന് നന്നായിട്ടൊരു പാട്ടുമൊക്കെ പാടി ഒന്ന് വിയർത്ത് നമ്മുടെ തൊണ്ടയൊക്കെ ഒന്ന് പതറി ശബ്ദമൊക്കെ കിരികിരാന്നായി കഴിഞ്ഞ നമ്മുടെ ചിന്ത ഭയങ്കര ദൈവപ്രസാദമാണ്. നമ്മളേതാണ്ടെല്ലാം കാണിച്ചപ്പം ദൈവം പ്രസാദിച്ചെന്ന. നമുക്ക് പ്രസാദമായിട്ടുള്ളൂ, ദൈവത്തൊന്നും ആയിട്ടില്ല. ഞാനതാ ചോദിച്ചേ. പക്ഷെ ഇവിടെ മനസ്സിലാക്കേണ്ട കാര്യം, ദൈവത്തിന് ആ തലമുറയോട് നീരസമുള്ളപ്പോഴും ഒരൊറ്റ ദിവസം പോലും മന്ന നിന്നിട്ടില്ല. ഒരൊറ്റ ദിവസം പോലും മന്ന കൊടുക്കാതിരുന്നില്ല. ഒരൊറ്റ ദിവസം പോലും വെള്ളം അവർക്ക് മുടങ്ങിയിട്ടില്ല. ഒരു സെക്കൻഡ് പോലും മേഘം അവരുടെ മീതെ നിന്ന് മാറ്റിയിട്ടില്ല. ഒരു സെക്കൻഡ് പോലും അഗ്നിസ്തംഭം അവരുടെ മുമ്പിൽ അപ്രത്യക്ഷമായിട്ടില്ല. ഒരൊറ്റ ദിവസം പോലും ഒരു കുഞ്ഞിന് പോലും മന്ന തികഞ്ഞില്ല എന്ന് പറയാൻ ദൈവം അനുവാദം കൊടുത്തില്ല. അപ്പോൾ ദൈവത്തിന്റെ ഭാഗം എല്ലാം ക്ലിയറാ. പക്ഷെ ദൈവത്തിന് അവരോട് നീരസം. 40 ആണ്ട് ദൈവത്തിന്റെ പ്രവൃത്തി കണ്ടിട്ടും ഹൃദയം കഠിനപ്പെട്ടതല്ലാതെ. എന്റെ ചോദ്യം, തമ്പുരാൻ കൂടെ നടന്ന് ഈ പ്രവൃത്തി ചെയ്ത ജനത്തിന്റെ ഹൃദയം ഇതാണ് ഗതിയെങ്കിൽ നമ്മുടെ കാര്യോ? പറ. അക്ഷരികമായി സമാഗമന കൂടാരം അവിടെ നടുവ് നിൽക്കുന്നു. ജനം നോക്കി നിൽക്കുക, ദൈവത്തിന്റെ ശെഖേന ഇറങ്ങുന്നു. ജനം നോക്കി നിൽക്കുക, ദൈവം ഇടിനാദമുള്ള ശബ്ദത്തിൽ ജനത്തോട് സംസാരിക്കുന്നു, മോശയോട് സംസാരിക്കുന്നു. ഇതൊക്കെ നമ്മൾ പുസ്തകത്തിൽ വായിച്ചറിയുമ്പോൾ ആ ജനം നേരിട്ട് കണ്ട് അനുഭവിച്ചറിഞ്ഞതാ. നമ്മൾ മന്ന എന്ന് പറയുന്നതല്ലാണ്ട് ഇന്ന് വരെ കണ്ടിട്ടുണ്ടോ മന്ന? ഇല്ല. നമ്മൾ ആരെങ്കിലും മന്ന തിന്നിട്ടുണ്ടോ? ഇല്ല. നമ്മളവിടെ വ്യാഖ്യാനം വരുമ്പോൾ മാത്രമേ നമ്മൾ മന്ന ഭക്ഷിച്ചിട്ടുള്ളൂ. അല്ലാതെ അക്ഷരികമായി മന്ന തിന്നവരാണോ നമ്മൾ? അല്ല, അവരത് ഭക്ഷിച്ചവരാണെന്ന് കണ്ടോ. അപ്പം ഒരിക്കലും നമുക്ക് ചിന്തിക്കാൻ പറ്റാത്ത വിധത്തിൽ ദൈവപ്രവൃത്തി കണ്ട് അനുഭവിച്ചറിഞ്ഞ ജനം. സ്തോത്രം. പക്ഷെ ദൈവത്തിന് അവർ യാതൊരു പ്രസാദവും ഇല്ലായിരുന്നു. നമ്മുടെ ചിന്ത രാവിലെ ശകലം മന്ന പെറുക്കിയാൽ മതി, അല്ലെങ്കിൽ
ഈ പാറന്നുള്ള വെള്ളം ജലം കുടിച്ചാൽ ഇതൊക്കെ കാണുമ്പോൾ തമ്പുരാൻ ഏതാണ്ടൊക്കെ ചെയ്യുമെന്ന. പക്ഷെ ദൈവത്തിന്റെ മഹാദയാണ് എന്നെ അത്ഭുതപ്പെടുത്തിയത്. ഇവരോട് നീരസമായിരിക്കുമ്പോഴും ഇവരുടെ ഹൃദയം കഠിനപ്പെട്ടപ്പോഴും തമ്പുരാൻ തുടങ്ങി വെച്ചതൊന്നും ഈ കാരണത്താൽ തമ്പുരാൻ മുടക്കിയില്ല. മനസ്സിലാകുന്നുണ്ടോ? നമ്മുടെ പ്രാർത്ഥനയുടെ കൂടുതൽ കൊണ്ടല്ല, നമ്മുടെ ജീവിത വിശുദ്ധിയുടെ ക്ഷേമം കൊണ്ടല്ല, നമ്മുടെ പ്രസംഗത്തിന്റെ വൈഭവം കൊണ്ടല്ല, ക്ലാസ് എടുക്കുന്നതിന്റെ മിടുക്ക് കൊണ്ടല്ല. ദൈവത്തിന്റെ കരുണ ഒരിക്കലും ഉതിർന്നു പോകാത്തതാണ്. അതാണ് സങ്കീർത്തനക്കാരൻ പറഞ്ഞത്, നിന്റെ ദയ ജീവനേക്കാൾ നല്ലതാകുന്നു, അതെന്റെ ഉള്ളം നല്ലവണ്ണം അറിയുന്നു. Thy loving kindness is better than life. കണ്ടോ? നിന്റെ ദയ ജീവനേക്കാൾ നല്ലതാകുന്നു. സ്തോത്രം. ഞാൻ പറഞ്ഞതല്ലോ മനസ്സിലായോ? അപ്പോൾ ഈ ജനത്തിന് ഒരു യഥാസ്ഥാപനം ആവശ്യമായി വന്നതുപോലെ യാക്കോബിനും ഒരു യഥാസ്ഥാപനം ആവശ്യമായിരുന്നു. ഞാൻ എന്താ പറഞ്ഞത്? പാടുന്നുണ്ട്, പ്രാർത്ഥിക്കുന്നുണ്ട്, കോട്ടേജ് മീറ്റിംഗ് വെക്കുന്നുണ്ട്, കോട്ടേജ് മീറ്റിങ്ങിന് പോകുന്നുണ്ട്, ഉപവാസ പ്രാർത്ഥനയ്ക്ക് പോകാറുണ്ട്, ഉപവാസ പ്രാർത്ഥന സ്വന്തം വീട്ടിൽ വെക്കാറുണ്ട്, സഭായം ഒന്നുപോലും മുടങ്ങാറില്ല, കർത്തൃമേശയിലും കൊടുത്തുണ്ട്, സാക്ഷ്യം കൃത്യമായിട്ട് പറയുന്നുണ്ട്, ദശാംശം 10 രൂപ കൂടുതലില്ലാതെ 5 പൈസ പോലും കുറയ്ക്കുന്നില്ല. എല്ലാം ഭംഗിയായിട്ട് ചെയ്യുമ്പോഴും ദൈവം നമ്മിൽ പ്രസാദിക്കുന്നുണ്ടോ ഇല്ലയോ എന്നുള്ളതാണ് വിഷയം. ഞാൻ ഈ മനസ്സിലാക്കിയത്തോളം നമ്മുടെ ഇടയിലുള്ള എല്ലാവർക്കും ഒരു വലിയ പ്രശ്നം, ദൈവം നമ്മിൽ പ്രസാദിച്ചില്ലെന്ന് ആർക്കും വിഷയമല്ല, നമുക്ക് ഇഷ്ടമായോ എന്നുള്ളതാണ് വിഷയം. ഇന്നത്തെ ആരാധന ഭയങ്കര സന്തോഷമായിരുന്നു കേട്ടോ. എത്രയോ നാൾ കൂടി ഇതുപോലൊരു ആരാധന അനുഭവിക്കുന്നത് ഭയങ്കര സന്തോഷമായി. വെരി ഗുഡ്, അങ്ങനെ ആയിരിക്കണം. പക്ഷെ എന്റെ ചോദ്യം, നമുക്ക് ഇഷ്ടപ്പെട്ടു. വാട്ട് അബൌട്ട് ഹിം? ദൈവത്തിന്റെ ഭാഗത്ത് എന്താ പരിപാടി? തമ്പുരാൻ ഇത് വല്ലതും ഇഷ്ടപ്പെട്ടോ? Could you please him? ദൈവത്തെ പ്രസാദിപ്പിക്കാൻ കഴിഞ്ഞോ? അവിടാണ് പ്രശ്നം. അവിടെ നമ്മൾ ഈ പുറമെ കാണിക്കുന്ന പ്രകടനങ്ങൾ കൊണ്ടൊന്നും ദൈവം പ്രസാദിക്കുന്നില്ല. അപ്പോഴാണ് യഥാസ്ഥാനപ്പെടുക എന്നുള്ള വിഷയം നമുക്ക് അനിവാര്യമായിട്ട് മാറുന്നത്. നമുക്കതുകൊണ്ട് അല്പനേരം ഈ ദൈവജനം ചിന്തിക്കുമ്പോൾ നമ്മൾ യഥാസ്ഥാനപ്പെടേണ്ടവരാണെങ്കിൽ നിശ്ചയമായിട്ടും അത് നടക്കണം. ഇനി അല്ല, ഓൾറെഡി യഥാസ്ഥാനപ്പെട്ടവരാണെങ്കിൽ ഒന്നുകൂടെ അത് ഉറപ്പിച്ചോളൂ. ഞാൻ അതിനെക്കുറിച്ച് വേറെ ഇതൊന്നും പറയുന്നില്ല. നമുക്ക് 32 വായിച്ചു പോകാം, അപ്പോഴല്ലേ കാര്യങ്ങൾ മനസ്സിലാവും. 22 വാക്യം വായിക്കാമോ? രാത്രിയിൽ അവൻ എഴുന്നേറ്റ് 2 ഭാര്യമാരെയും 2 ദാസിമാരെയും 11 പുത്രന്മാരെയും കൂട്ടി യബോക്ക് കടവ് കടന്നു. ഇങ്ങനെ അവൻ അവരെ കൂട്ടി ആറ്റിനക്കരെ കടത്തി, തനിക്കുള്ളതൊക്കെ അക്കരെ കടത്തിയ ശേഷം യാക്കോബ് തനിയെ ശേഷിച്ചു. ബാക്കി നമുക്കറിയാം. ഞാൻ പറഞ്ഞു പോകാമേ, ഇടയ്ക്ക് പിന്നീട് ഞാൻ പറയുമ്പോൾ മാത്രം വായിച്ചാൽ മതി. യാക്കോബ് അമ്മാച്ചന്റെ വീട്ടിൽ നിന്ന് പോന്ന പൂരിച്ച വരെയാണ് കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ പഠിച്ചത്. ഇപ്പോൾ യാക്കോബ് അക്കരയ്ക്ക് പോകാൻ റെഡിയായി നിൽക്കുകയാണേ. യാബോക്ക് കടവിന്റെ തീരത്ത് വന്നു. അക്കരെ കിടക്കണം. അപ്പൊ അതിനു മുമ്പ് താൻ കുറെ അറേഞ്ച്മെന്റ്സ് ഒക്കെ ചെയ്തു. തന്റെ സമ്പത്ത്, തനിക്കുള്ളത് എല്ലാം അക്കരെ കടത്തി, ഭാര്യമാരെയും അക്കരെ കടത്തി. ഭാര്യമാർ എന്ന് പറയാനായിട്ട് ഉണ്ടല്ലോ, ഞാൻ കഴിഞ്ഞ ക്ലാസ്സിൽ വാക്യം 2 എടുത്ത് കാണിച്ചു. 1 ഭാര്യ എന്ന് പറഞ്ഞോടത്ത് 2 കല്യാണം കഴിച്ചു, ലാസ്റ്റ് വന്നപ്പോ 4 ഭാര്യമാരായി. കണ്ടോ? കെട്ടിയ 2 കിട്ടിയ 2. ശരിയല്ലേ? നിങ്ങൾ വായിച്ചു നോക്കുക. അങ്ങനെ ഞാൻ പറഞ്ഞു ശരിയാണോന്ന്. ഞാൻ പ്രാസം ഒപ്പിച്ച് പറഞ്ഞതല്ല. കെട്ടിയത് 2, കിട്ടിയത് 2, മൊത്തം 4. ഇതിനെല്ലാം കൊണ്ടാണ് അനുഗ്രഹം പേടിക്കാൻ ഈ വരുന്നത്. പക്ഷെ യാബോക്ക് വന്നപ്പോ ഒരു പ്രശ്നം, തനിക്കുള്ളതെല്ലാം അക്കരെ കടത്തി യാക്കോബ് തനിയെ ശേഷിച്ചു. സ്തോത്രം. ദൈവാനുഗ്രഹം കാംക്ഷിക്കുന്നവൻ ഉള്ളതെല്ലാം വലിച്ചോണ്ട് വന്നാൽ ഒന്നും നടക്കുകയില്ല. സ്തോത്രം. ഈ 32-ാം അധ്യായത്തിന്റെ ആദ്യമുള്ള വാക്കുകൾ നിങ്ങൾ സമയം കിട്ടും വായിച്ചു നോക്കണേ.
ഈ യാബോക്ക് കടവ് കടക്കാൻ ഇവൻ വരുമ്പോൾ ചെയ്യുന്ന തൻ്റെതായ ചില പ്രിപ്പറേഷൻ ഉണ്ട്. നിങ്ങൾ വായിച്ചറിയാം, ലേയം പിള്ളേരെ മുമ്പിൽ നിർത്തി, റാഹേലിനെ പിള്ളേരെയും പുറയിലും നിർത്തി. അവന്റെ വിളച്ചിന്റെ അങ്ങേയറ്റം കണ്ടോ? തട്ടുകേട് സംഭവിച്ചാലും അത് ലേയക്കിട്ടേ കിട്ടാവുള്ളൂ, റാഹേലിന് വരരുത്. അങ്ങനെ ഒപ്പിച്ചു വെച്ചേ. ഓക്കെ, അത് ഞാൻ പിന്നെ പറയാം. ഏതായാലും ഉള്ള യാബോക്ക് കടന്ന് തീരത്ത് വന്നു. മൃഗസമ്പത്ത്, ആടുമാടെല്ലാം അക്കരെ കിടത്തി യാക്കോബ് തനിയെ ശേഷിച്ചു. ദൈവാനുഗ്രഹം പ്രാപിക്കാൻ കൂട്ടമായിട്ട് വന്നിട്ട് കാര്യമില്ല. സ്തോത്രം. അക്കരെ ചെല്ലുമ്പോൾ ജ്യേഷ്ഠ സഹോദരൻ തന്നെ എങ്ങനെ സ്വീകരിക്കുമെന്ന് അറിഞ്ഞുകൂടാ. സ്വന്തം ജ്യേഷ്ഠനെ ഏർപ്പെടുന്നതിന് മുമ്പായി, കാണുന്നതിന് മുമ്പായി, എതിർപ്പെടുന്നതിന് മുൻപായി യാക്കോബിന് തന്നെ തോന്നി ഒരു ദൈവാനുഗ്രഹം മേടിച്ചോണ്ട് വേണം പോകാൻ. പ്രൈസ് ദി ലോർഡ്. നമുക്ക് തുടർന്നുള്ള ഭാഗം വായിക്കുമ്പോൾ കാണാമല്ലോ, അവിടെ വെച്ചാണല്ലോ യാക്കോബും ദൂതനും തമ്മിൽ മല്ലുപിടുത്തം, അല്ലേ? അപ്പൊ ആ സംഭാഷണമൊക്കെ ഞാൻ പറഞ്ഞോളാം. ഞാൻ ഇതിലൊന്നും കൊണ്ടുവന്നോട്ടെ. തനിക്കുള്ളതെല്ലാം അക്കരെ കിടത്തി യാക്കോബ് തനിയെ ശേഷിച്ചു. ഈ ദൈവാനുഗ്രഹം പ്രാപിപ്പാനും ദൈവത്തിന്റെ തെരഞ്ഞെടുപ്പിലും ഒക്കെ ഇൻഡിവിജ്വൽ ആയിട്ടാണ് ദൈവം അത് ചെയ്യുന്നത്, ഗ്രൂപ്പായിട്ടല്ല. മനസ്സിലായോ? ഒറ്റ ഉദാഹരണം പറഞ്ഞേക്ക് അത് ബോധ്യമാകും. ആലയത്തിലെ ശുശ്രൂഷയ്ക്ക് നിങ്ങൾ മാത്രം ചെയ്താൽ മതിയോ? എല്ലാവർക്കും ചെയ്യാൻ അനുവാദം വേണം, ഞങ്ങൾക്കും പെർമിഷൻ വേണമെന്ന് പറഞ്ഞ് മറ്റു ഗോത്രക്കാരും എല്ലാവരുടെ പിറുപിറുത്തപ്പോൾ ദൈവാലയത്തിലെ ശുശ്രൂഷയ്ക്ക് ആരാണ് യോഗ്യർ എന്ന ചർച്ച വന്നു. 12 ഗോത്രമുണ്ട്, 12 ഗോത്രത്തിൽ നിന്ന് ഓരോരു നിൽക്കട്ടെ, അപ്പൊ പ്രശ്നം തീർന്നല്ലോ. സാമാന്യ ബുദ്ധി അല്പം പരിജ്ഞാനം അങ്ങനെ അങ്ങ് ചെയ്യും, അല്ലേ? അതാ നമ്മുടെ രീതി. പക്ഷെ ദൈവത്തിന്റെ വ്യവസ്ഥ അങ്ങനല്ല. 12 ഗോത്രം ഉണ്ട്, ആരെയും മണക്കണ്ടാകുന്ന എല്ലാ ഓരോ ഗോത്രത്തിൽ നിന്നും ഓരോരുത്തരെയും തെരഞ്ഞെടുക്കുക. നോ, ആ പരിപാടി ഇല്ല. പക്ഷെ പ്രശ്നം കൂടിയപ്പോൾ മോശ ദൈവത്തോട് കാര്യം ആരാഞ്ഞു. തമ്പുരാൻ കാര്യം പറഞ്ഞു കൊടുത്ത് ഓരോരോ ഗോത്രങ്ങൾ അവരവരുടെ പേരെഴുതി ഓരോ വൃക്ഷത്തിന്റെ കൊമ്പ് കൊണ്ട് വെക്കട്ടെന്ന് പറഞ്ഞു ദൈവസന്നിധി. എല്ലാവരും കൊണ്ടുവച്ചു, 12 ഗോത്രക്കാരും കൊണ്ടുവച്ചു. പക്ഷേ ലേവി ഗോത്രക്കാരെ ചെന്നപ്പോൾ അവരുടെ വൃക്ഷത്തിന്റെ കൊമ്പിൽ ലേവി എന്നെഴുതാതെ അഹരോൻ എന്നെഴുതി. ആ ബദാം വൃക്ഷം ദൈവസന്നിധിയിൽ കൊണ്ടുവച്ചു. വൈകുന്നേരം കൊണ്ടുവച്ചു, സന്ധ്യ കൊണ്ടുവച്ചത്. പിറ്റേ ദിവസം പ്രഭാതമായപ്പോൾ അഹരോൻ എന്നെഴുതിയ ബദാം വൃക്ഷം പൂത്ത് തളിർത്ത് ഫലം കായ്ച്ചു നിൽക്കും. സ്തോത്രം. എനിക്ക് ഭയങ്കര സന്തോഷം നൽകുന്ന ഒരു ഭാഗമാണ്. 12 ഗോത്രങ്ങൾ തമ്മിൽ തർക്കിച്ചപ്പോൾ അവരവരുടെ ഗോത്രത്തിന്റെ പേര് വൃക്ഷത്തിന്റെ കൊമ്പ് കൊണ്ട് ദൈവസന്നിധി കൊണ്ടുവച്ചു. ലേവി ഗോത്രക്കാർ മാത്രം ലേവി എന്നെഴുതാതെ അഹരോൻ എന്നെഴുതി കൊണ്ടുവച്ചു. ആ വൃക്ഷത്തിന്റെ കൊമ്പ് പൂത്ത് തളിർത്ത ഫലം കായ്ച്ചു നിൽക്കുന്നു. അതിന്റെ കാര്യം ഞാൻ പറയാം. ദൈവത്തിന്റെ തെരഞ്ഞെടുപ്പ് കൂട്ടം കൂട്ടമായിട്ടല്ല, വ്യക്തിപരമായിട്ടാണ്. സ്തോത്രം. യഹൂദ എന്ന് പറഞ്ഞ് തെരഞ്ഞെടുത്തെങ്കിൽ അതിനകത്തുള്ള സകല രക്ഷിക്കപ്പെട്ടതും രക്ഷിക്കപ്പെടാത്തതും ഗുണപ്പെട്ടതും ഗുണപ്പെടാത്തതും പള്ളി വരുന്നതും വരാത്തതും എല്ലാവരും കുപ്പായിട്ടോട് ചാടും. ദൈവം അങ്ങനെ ഗ്രൂപ്പായിട്ട് തെരഞ്ഞെടുക്കുന്ന പരിപാടിയില്ല. ദൈവം തന്റെ പദ്ധതിക്ക് വേണ്ടി എപ്പോഴും ഓരോരുത്തരെ നിങ്ങൾ ഉൽപ്പത്തി മുതൽ വെളിപ്പാട് വരെ നോക്കിക്കോ. എപ്പോഴും ഓരോ സമൂഹത്തിൽ നിന്ന് ഒരാളെ തമ്പുരാൻ പൂക്കും. അബ്രഹാം ഒറ്റൊരാളെ പൂക്കി. മോശ അവിടെ നോക്ക്, നോഹ, എല്ലാവരും നോക്കിയോ. ആ തലമുറയിൽ അതിൽ നിന്നും ഒരാളെ തമ്പുരാൻ പൂക്കിക്കൊണ്ടുവരിക. ഒരു ഗ്രൂപ്പിനെ എഴുന്നേൽപ്പിക്കുന്നതല്ല. ഇന്ന് പിന്നെ കേൾക്കുന്ന സന്ദേശം കൊണ്ട് അങ്ങനെയാണ്. ഒരു കൂട്ടം ജനത്തെ ദൈവം എഴുന്നേൽപ്പിക്കാൻ പോവുക. ഇത്ര നേരം അവർ ഇരിക്കുകയായിരുന്നു, ഇനിയിപ്പോ ഒരു കൂട്ടം ജനത്തെ ദൈവം എഴുന്നേൽപ്പിക്കും. ബാക്കിയെ കൊണ്ട് എഴുന്നേറ്റ് നാം പണിയുക.
അപ്പൊ അതെല്ലാം കൂടെ കൂട്ടിപ്പിടിച്ചോണ്ട. സ്തോത്രം. നല്ല കാര്യം, ഞാൻ ഇതിലൊന്നും പറയുന്നില്ല. അതിന് കൂട്ടമായിട്ട് എഴുന്നേക്കട്ടെ. ഞാനായിട്ട് ഇപ്പൊ നടത്തപ്പെടാൻ പോയി നടക്കുന്ന കാര്യമൊന്നും അല്ലല്ലോ. പക്ഷെ എന്റെ സന്തോഷം നൽകിയ ഒരു കാര്യം ഞാൻ പറയാം. ഈ ബദാം എന്നെഴുതിയ വൃക്ഷത്തിന്റെ കൊമ്പ പൂത്ത തളിർത്ത ഫലം കായ്ച്ചു. അതെന്താ ബദാം വൃക്ഷം പൂത്ത തളിർക്കാൻ കാരണം? ഈ എല്ലാവരും അവരവരുടെ പേരെഴുതി, ഗോത്രത്തിന്റെ പേരെഴുതി കൊണ്ടുവച്ചേച്ച് സന്ധ്യ കൊണ്ടുവച്ചാൽ എല്ലാവരും പോയി കിടന്നുറങ്ങി. പിറ്റേ ദിവസം രാവിലെ ആയപ്പോഴത്തേക്കിനും അഹരോൻ എന്ന വൃക്ഷത്തിന്റെ കൊമ്പ പൂത്ത് തളിർത്ത് ഫലം കാഴ്ച നിൽക്കുന്നു. ബദാം എന്ന വാക്കിന്റെ അർത്ഥം എന്താ? പുസ്തകത്തിൽ തന്നെ ഉണ്ടല്ലോ, ഹീബ്രുവും തപ്പിപ്പോണ്ട്, അല്ലാതെ പറഞ്ഞാൽ മതി. ബദാം എന്ന പേരിന്റെ അർത്ഥം 11 ആ യെസ്, സുശാന്തി പറഞ്ഞു ജാഗ്രത, ജാഗരിക്കുക. കണ്ടോ, ജാഗ്രത. യിരെമ്യാ 1:11 കണ്ടോ, നമ്മൾ കിടന്നുറങ്ങുമ്പോഴും നാം വെച്ച വിഷയത്തിൽ ജാഗരിക്കുന്ന ഒരു ദൈവം. സ്തോത്രം. ഞാനൊരു കാര്യം പറയട്ടെ. പല വിഷയങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിച്ച ദൈവകരങ്ങൾ ഏൽപ്പിച്ച ആമീൻ പറഞ്ഞ് നമ്മൾ കിടന്ന് വിശ്രമിക്കുമ്പോഴും നാം ദൈവത്തിൽ വെച്ച വിഷയത്തിന്റെ മേൽ ജാഗരിക്കുന്ന ഒരു സ്വർഗം നമുക്ക് മീതെ ഉണ്ട്. പ്രൈസ് ദി ലോർഡ്. അതൊന്ന് പൂക്കുന്നത് കാണാൻ, അതൊന്ന് തളിർക്കുന്നത് കാണാൻ, അതിൽ ഫലമുണ്ടാകുന്നത് കാണാൻ ജാഗരിക്കുന്ന ഒരു ദൈവം നമുക്കുണ്ട്. സ്തോത്രം. അതാ എന്റെ സന്തോഷം ഞാൻ പറഞ്ഞത്. മനസ്സിലായോ? കണ്ടോ, അവരൊരു ഒക്കെ പേരെഴുതി വെച്ച് രാത്രി മുഴുവൻ ഞാൻ കമ്പെ നോക്കി നിൽക്കുകയാണോ? അല്ല, അവര് പോയി കിടന്ന് ഉറങ്ങുക. ദൈവസ്ഥാനിയെ കൊണ്ട് വെച്ചേച്ച് അവര് പോയി കിടന്ന് ഉറങ്ങുക. അല്ല രാത്രി കൊണ്ട് ദൈവമേ ഈ കമ്പിന്റെ അവസ്ഥ എന്താകും, എന്റെ കമ്പ് തിരഞ്ഞെടുക്കുന്നത് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുകയാണ്. ഒന്നുമല്ല. അവര് ദൈവസ്ഥാനിൽ വെച്ചു, അവര് പോയി അവരോട് കൂടാരത്തിൽ സുഖമായിട്ട് കിടന്നുറങ്ങി. അവരുറങ്ങുമ്പോഴും ഉറങ്ങാത്ത ഒരുവൻ രാത്രി മുഴുവൻ അതിന്മേൽ ജാഗരിച്ചു കൊണ്ടിരുന്നു. സ്തോത്രം. നിങ്ങൾക്ക് വല്ലതും മനസ്സിലായോ? നിങ്ങൾ പ്രാർത്ഥിച്ച വിഷയത്തിന്റെ മേൽ പ്രാർത്ഥിച്ച ആമേൻ പറഞ്ഞ് നിങ്ങൾ വിശ്രമിക്കുമ്പോഴും ഉറങ്ങാതെ മയങ്ങാതെ നിങ്ങൾ വെച്ച വിഷയത്തിന്റെ മേൽ ജാഗരിക്കുന്ന ഒരു ദൈവം നമുക്കുണ്ട്. സ്തോത്രം. അതല്ല നമ്മുടെ ബലം. ആ ഭാഗമൊക്കെ ചിന്തിക്കുമ്പോൾ എങ്ങനെ സന്തോഷിക്കാതിരിക്കും? പിറ്റേ ദിവസം പ്രഭാതമായപ്പോൾ പൂത്ത് തളിർത്ത ഫലം കായ്ക്കുക എന്ന് പറഞ്ഞാൽ, ഒരു വൃക്ഷത്തിന്റെ കമ്പാണെങ്കിൽ അത് പൂത്ത് തളിർത്ത് ഫലം കായ്ക്കണമെന്നുണ്ടെങ്കിൽ ടൈം എടുക്കും, അല്ലേ? ടൈം എടുക്കും. ടൈം ഉണ്ടെങ്കിൽ അത് മാസങ്ങളോ വർഷങ്ങളോ ഒക്കെ വേണ്ടി വരും ആ ബദാം വൃക്ഷം പൂത്ത് തളിർത്ത് ഫലം കായ്ക്കാൻ. കേട്ടിട്ടുണ്ടെങ്കിൽ ഞാനൊരു ദൂത് നിങ്ങളോട് പറയാം. മാസങ്ങളും വർഷങ്ങളും വേണ്ടി വരുന്ന വിഷയത്തിന്റെ മേൽ ദൈവം ജാഗരിക്കുമ്പോൾ ഒറ്റ രാത്രി കൊണ്ട് അതിന്റെ ഫലം കാണാൻ ദൈവം അവസരമൊരുക്കുകയാണ്. പ്രൈസ് ദി ലോർഡ്. മനസ്സിലാകുന്നുണ്ടോ? സാധാരണഗതിയിൽ ബദാം വൃക്ഷം പൂത്ത് തളിർത്ത് ഫലം കായ്ക്കാൻ മാസങ്ങളും വർഷങ്ങളും വേണ്ടി വരുമല്ലേ? യെസ്, മാസങ്ങളും വർഷങ്ങളും വേണ്ടി വരുന്ന നിന്റെ വിഷയത്തിന്റെ മേൽ സ്വർഗം ജാഗരിച്ച് കഴിയുമ്പോൾ 24 മണിക്കൂർ വേണ്ട, 12 മണിക്കൂർ രാത്രി 12 മൊത്തം എടുത്തില്ലെന്ന് എന്റെ വിശ്വാസം. നിങ്ങൾ വിശ്വസിക്കാൻ തയ്യാറാണെങ്കിൽ, ഇതുവരെ ജീവിതത്തിൽ പ്രാർത്ഥിച്ച് മടുത്തിട്ടും പ്രാർത്ഥിച്ച് പലതും മറന്നുപോയി, എന്നിട്ടും ദൈവം ഇപ്പോഴും ജാഗരിക്കുന്ന വിഷയത്തിന് മേൽ ഇന്നൊരൊറ്റ രാത്രി കൊണ്ട് ദൈവം അതിന്റെ മറുപടി തരുമെന്ന് വിശ്വസിക്കാൻ തയ്യാറുള്ള എത്ര പേരുണ്ട്? പ്രൈസ് ദി ലോർഡ്. നാളെ നേരം വെളുക്കുമ്പോൾ ദൈവം എന്റെ വിഷയത്തിന് മേൽ ഒരു മറുപടി തന്നിരിക്കും. അതിനൊരു തളിർപ്പുണ്ടാകും, അത് പൂക്കും, അത് ഫലം കായ്ക്കും എന്നുള്ള വിശ്വാസത്തിന്റെ ഉറപ്പിലേക്ക് വരുമ്പോഴാ ദൈവപ്രവൃത്തി കാണാൻ കാരണമായി തീരുന്നത്. പ്രൈസ് ദി ലോർഡ്. ഞാനും അതങ്ങനെ തന്നെ വിശ്വസിക്കുന്നു. കർത്താവ് അങ്ങനെ ചെയ്യും, നോ ഡൗട്ട് ഇറ്റ്. ഞാൻ മടങ്ങി വരിക. ഞാൻ പറഞ്ഞത്, ദൈവം തന്റെ പ്രവൃത്തിക്ക് വേണ്ടി എപ്പോഴും ഒരാളെയാണ് തെരഞ്ഞെടുക്കുന്നത്. യാക്കോബ് ഇപ്പോൾ തനിയെ ശേഷിച്ചു. ഇനി 30-ാം അധ്യായം നിങ്ങൾ മറിച്ചിട്ടില്ലല്ലോ, 24-ാമത് വാക്യം. അപ്പോൾ ഒരു പുരുഷൻ ഉഷസാവോളം മല്ലുപിടിച്ചു. അവനെ ജയിക്കില്ല എന്ന് കണ്ടപ്പോൾ അവൻ തുടയുടെ തടം തൊട്ടു. അവനോട് മല്ല് പിടിക്കയിൽ
യാക്കോബിന്റെ തുടയുടെ തടം ഉളുക്കിപ്പോയി. മതി എന്നെ മതി 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 മതി. യാക്കോബ് തനിയെ ശേഷിച്ചു എന്ന് പറഞ്ഞാണ് 23-ാം വാക്യം അവസാനിക്കുന്നത്. 24-ാം വാക്യം തുടർന്ന് അപ്പോൾ ഒരു പുരുഷൻ ഉഷസ്സാകുവോളം അവനോട് മല്ലു പിടിച്ചു. യാക്കോബ് മല്ലു പിടിച്ചെന്നല്ല, യാക്കോബിനോട് ഒരു ദൂതൻ മല്ലു പിടിക്കുക. സ്തോത്രം. നിങ്ങളെ വ്യക്തമായോ? യാക്കോബ് അല്ല, യാക്കോബിനോട് ഒരു ദൂതൻ എന്ത് ചെയ്യുന്നു? മല്ലു പിടിക്കുന്നു. മല്ലു പിടിക്കുന്നതിനിടയിൽ ഇവൻ ചോദിക്കുന്നു, നിന്റെ പേരെന്താ? യാക്കോബ്, ഞാൻ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞുകൊണ്ട് ആവർത്തിക്കുന്നില്ല, ഒരിക്കൽ പോലും അങ്ങനെ ഒരു ചോദ്യം വരുമെന്ന് യാക്കോബ് പ്രതീക്ഷിച്ചില്ല. കാരണം 20 വർഷം മുമ്പ് അപ്പൻ ചോദിച്ച അതേ ചോദ്യം ഇപ്പം ദൂതനും ചോദിക്കുക, നിന്റെ പേരെന്താ? ഞാനൊരു കാര്യം പറയാം, ഒരിടത്തുനിന്ന് എങ്ങനെയെങ്കിലും ഊരിപ്പോന്ന് രക്ഷപ്പെട്ടെന്ന് കരുതി എന്നും അങ്ങനെ ആകും നീ ചിന്തിക്കരുത്. സ്തോത്രം. അപ്പന്റെ മുമ്പ് നീ ഡ്രാമ കാണിച്ച് ഒരു വിധത്തിലൊക്കെ ഇറങ്ങിപ്പോന്നു എന്നുള്ള കാരണത്താൽ ഒരു കാരണവശാലും യാക്കോബിന് പറ്റിയ അബദ്ധം നമുക്ക് പറ്റാതിരിക്കാൻ നിങ്ങൾ ശ്രദ്ധിക്കണമെന്ന് ഈ രാത്രി നിങ്ങൾ മറന്നു പോകരുത്. സ്തോത്രം. യാക്കോബ് വിചാരിച്ചതേ, അപ്പനോട് ചോദിച്ചപ്പോൾ ഞാൻ നിന്റെ ആദ്യനായ ഏശാവാണെന്ന് പറഞ്ഞു. ഓ, അവിടുന്ന് രക്ഷപ്പെട്ടതുകൊണ്ട് ഇനി ആരിത് ചോദിക്കുകയായിരുന്ന യാക്കോബ് ചിന്തിച്ച്. പക്ഷെ അക്കരയ്ക്ക് കയറുന്നതിന് മുമ്പ് ഇക്കരെ വെച്ച് നീ പറയണം നീ ആരാണെന്നുള്ളത്. മനസ്സിലായില്ല? അക്കരയ്ക്ക് പോകുന്നതിന് മുമ്പേ ഇക്കരെ വെച്ച് തന്നെ നമ്മൾ ആരാണെന്ന് തുറന്ന് സമ്മതിക്കുന്നതാണ് നല്ലതെന്നാണ് ഞാൻ ഈ പറഞ്ഞ്. അങ്ങനെ പറയിപ്പിച്ചിട്ടേ കൊണ്ടുപോകുള്ളൂ. സ്തോത്രം. അതിനാണല്ലോ ദൂതൻ ഈ മല്ലുപിടുത്തമെല്ലാം നടത്തി. സ്തോത്രം. ആര് പിടിച്ചാൽ നീ ഒതുങ്ങും എന്നുള്ളത് ദൈവത്തിന് അറിയാം. അപ്പൊ അതനുസരിച്ചുള്ള പിടുത്തമായി വരുന്ന മുഴുവൻ. പ്രൈസ് ദി ലോർഡ്. ഏതൊതുങ്ങാത്തവനും ഒതുങ്ങും. നെഞ്ചും പിരിച്ചുകൊണ്ട് യാക്കോബ് ഇപ്പൊ വടിയെ ചാരിയാ നിൽക്കുന്നേ. ഒരു ഉളുക്ക് വിട, അത്രേ ഉള്ളൂ. കൊരിന്ത്യരെ നമ്മൾ വായിക്കുന്നത് നമുക്കിത് ദൃഷ്ടാന്തത്തിനാ തന്നതായതുകൊണ്ട് ദയവായി നമ്മുടെ ജീവിതത്തിൽ ഈ ഉളുക്ക് വീഴുന്നതിന് മുമ്പ് നമ്മൾ യാക്കോബാണെന്ന് അങ്ങ് പറഞ്ഞാൽ രക്ഷപ്പെട്ടു. സ്തോത്രം. ഇതിനിടയ്ക്ക് യാക്കോബ് പറയുന്നുണ്ട്, നീ എന്നെ അനുഗ്രഹിക്കണം, നീ എന്നെ അനുഗ്രഹിച്ചില്ല ഞാൻ നിന്നെ വിടുകയില്ല. പറ്റുകയില്ലെന്നൊന്നും ദൂതൻ പറയുന്നില്ല. ദൂതൻ അന്നേരം ഒരു കാര്യം ചോദിക്കുന്നു, നിന്റെ പേരെന്താ? നിന്റെ പേരെന്താ? അതാണ് വിഷയം. നമുക്ക് പേരൊരു വിഷയമില്ല, എങ്ങനെ വേണമല്ലോ ആകാമല്ലോ. പക്ഷെ ദൂതന് പേര് വിഷയമാണ്. ദൂതൻ ചോദിക്കും, നിന്റെ പേരെന്താ? യാക്കോബ് പറഞ്ഞു, നീ എന്നെ അനുഗ്രഹിച്ചല്ല ഞാൻ നിന്നെ വിടുകയില്ല. ദൂതൻ പറഞ്ഞ അനുഗ്രഹം അവിടെ നിൽക്കട്ടെ, അനുഗ്രഹം വാങ്ങിക്കുന്നതിന് മുമ്പ് നിന്റെ പേരെന്താന്ന് പറ. സ്തോത്രം. യാക്കോബ് അന്നേരം പറഞ്ഞു, നീ എന്നെ അനുഗ്രഹിക്കണം, നീ എന്നെ അനുഗ്രഹിച്ചല്ല ഞാൻ നിന്നെ വിടുകയില്ല. പാട്ടും അങ്ങനെയല്ലേ, എന്നെ അനുഗ്രഹിക്ക ദയവായി ഇപ്പോഴെന്നെ അനുഗ്രഹിക്ക, എന്നെ അനുഗ്രഹിച്ചല്ലാതെ ഞാൻ ഇന്നു നിന്നെ വിടുകയില്ല, എന്നെ അനുഗ്രഹിച്ചല്ലാതെ ഞാൻ ഇന്നു നിന്നെ വിടുകയില്ല. അപ്പോൾ അനുഗ്രഹമൊക്കെ വേണം, അത് പ്രാപിക്കുകയും ചെയ്യണം, അത്യാവശ്യമായി യാതൊരു സംശയവും ഇല്ല. പക്ഷേ ഈ അനുഗ്രഹ പ്രാപണത്തിന് മുമ്പ് നമ്മൾ കാണിച്ച ഈ ഫാൻസി ഡ്രസ്സിന്റെ മുഴുവൻ പേരും അഴിച്ചു വെച്ചെങ്കിലേ ഒക്കൂ. യാക്കോബ് കാണിച്ച ഈ ഡ്രാമ ഉണ്ടല്ലോ, അത് അവസാനിപ്പിച്ച് ഒറിജിനലായിട്ടും ആരാണെന്ന് ദൂതനോട് സമ്മതിക്കണം. അത്രയും വിഷയമുള്ളൂ. അവരത് സമ്മതിച്ചു. എന്റെ പേര് യാക്കോബ്. ദൂതൻ പറഞ്ഞു, ഇനി എന്റെ പേര് യാക്കോബ് എന്നല്ല, ഇസ്രായേൽ എന്ന് വിളിക്കപ്പെടും. ഇസ്രായേൽ എന്ന വാക്കിന്റെ അർത്ഥം ഞാൻ ഓർപ്പിച്ചു, ദൈവത്തിന്റെ പ്രഭു എന്നല്ല. യാക്കോബ് എന്ന വാക്കിന്റെ അർത്ഥം ഉബായി എന്നും അല്ല. രണ്ട് അർത്ഥവും ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തന്നാണ്. നിങ്ങളുടെ മനസ്സിലൊന്ന് ചിന്തിക്കുന്നു, മറന്നു പോകരുത്. യാക്കോബ് എന്ന് പറഞ്ഞ ഇവൻ കുതികാൽ പിടിക്കുന്നവൻ. അതിന്റെ പേര് തമ്പുരാൻ മാറ്റി ഊബ് എന്നുള്ളത് കണ്ടോ?
അത്യുന്നത ദൃഷ്ടി ഇവന്റെ മേലെ എപ്പോഴും പതിഞ്ഞിരിക്കും. എപ്പോഴും തമ്പുരാൻ ഇവനെ ശ്രദ്ധിച്ചുകൊണ്ടിരിക്കും. സ്തോത്രം. പ്രൈസ് ദി ലോർഡ്. അങ്ങനെ ആഗ്രഹിക്കുന്നുണ്ടോ? ദൈവത്തിന്റെ ദൃഷ്ടി എപ്പോഴും എൻ്റെ മേൽ പതിഞ്ഞിരിക്കണം, അല്ലെങ്കിൽ പതിയുന്നുണ്ടെന്നുള്ള ഈ കുറ്റമേറ്റു പറഞ്ഞ് അനുദപിച്ച് ദൈവസന്നിധി ചെല്ലുന്നവനോടുള്ള ദൈവത്തിന്റെ അടുത്ത നീതി അറിയാം. അവൻ മേൽ എപ്പോഴും ദൈവം ഇങ്ങനെ ശ്രദ്ധിച്ചു നോക്കിക്കൊണ്ടിരിക്കും. നമ്മുടെ വിചാരം ഞായറാഴ്ച രാവിലെ 9:00 ഹോളിൽ കയറുമ്പോൾ മുതൽ 12:30 വരെ തമ്പുരാൻ നോക്കിക്കൊണ്ടിരിക്കും. അവിടെ നിന്ന് ഇറങ്ങി ഇപ്പുറത്തൂടെ വന്ന് ബസ് സ്റ്റാൻഡിൽ കയറി കഴിഞ്ഞാൽ പിന്നെ ആരും കാണുകയായിരുന്ന. സ്തോത്രം. അങ്ങനല്ലിത്. ദൈവസന്നിധിയിൽ അടുത്തു വരുന്നവന്റെ മേൽ, ഞാൻ യാക്കോബാണെന്ന് സമ്മതിക്കുന്നവന്റെ മേൽ ദൈവത്തിന്റെ ദൃഷ്ടി എപ്പോഴും ഇങ്ങനെ പതിഞ്ഞിരിക്കും, സദാ നോക്കിക്കൊണ്ടിരിക്കുക. എന്ന് പറഞ്ഞാൽ അവന്റെ പോക്ക്, അവന്റെ വരവ്, അവന്റെ ഇടപാട്, അവന്റെ ചര്യകൾ, അവന്റെ രീതികൾ, അവന്റെ സംസാരം, അവന്റെ ശൈലി, അവന്റെ ഡ്രസ്സിങ്, സകലത്തിന്റെ മേലും ദൈവത്തിന്റെ ദൃഷ്ടി ഇങ്ങനെ പതിഞ്ഞിരിക്കുക. സ്തോത്രം. ഈ അനുഗ്രഹം പ്രാപിച്ചാൽ അതിനുവേണ്ടി മാത്രം ഉത്സാഹിച്ചാൽ പോരാ, അനുഗ്രഹ പ്രാപണത്തിന് വേണ്ടി ജീവിതം തയ്യാറാക്കുന്ന ഒരുവൻ തിരിച്ചറിഞ്ഞ രഹസ്യം കൂടെ ഞാൻ ഈ പറഞ്ഞത്. എപ്പോഴും ദൈവത്തിന്റെ ദൃഷ്ടി നമ്മുടെ മേൽ ഉണ്ടാകും എന്നുള്ളൊരു തിരിച്ചറിവ് നമുക്കുണ്ടാകണം. നമ്മള് ഈ വലിയ ഇടയ്ക്കൊക്കെ പറയാറുള്ളതാ, വലിയ ഷോപ്പിംഗ് മാളിലോ പെട്രോൾ പമ്പിലോ ഒക്കെ ചെല്ലുമ്പോൾ ഒരു ബോർഡ് എഴുതി വെച്ചിട്ടുണ്ട്, നിങ്ങൾ ക്യാമറയുടെ നിരീക്ഷണത്തില്ല എന്ന് പറഞ്ഞതുപോലെ ഈ റേഞ്ചിനകത്ത് കയറി കഴിഞ്ഞാൽ പിന്നെ തമ്പുരാന്റെ നിരീക്ഷണത്തില ഞാനും നിങ്ങളും. സ്തോത്രം. എന്ത് ചെയ്താലും എങ്ങോട്ട് തിരിഞ്ഞാലും ഏതൊക്കെ കാട്ടിക്കൂട്ടിയാൽ അതെല്ലാം ഈ ക്യാമറ ഒപ്പിയെടുത്തുകൊണ്ടിരിക്കുക. അതാ ഒരു കുഴപ്പം. സ്തോത്രം. ഞാനത് ബാക്കി നമുക്ക് പഠനത്തിലുള്ളത് കൊണ്ട് ഞാൻ അവിടെ നിൽക്കുന്നില്ല. നിങ്ങൾ അതിന്റെ 29, 30, 31 വായിച്ചേ. യാക്കോബ് അവനോട്, എനിക്ക് പറഞ്ഞത് അപേക്ഷിച്ചു, പേർ ചോദിക്കുന്ന എന്ത് എന്നവൻ പറഞ്ഞു. അവിടെ വെച്ച് അവനെ അനുഗ്രഹിച്ചു. ഞാൻ ദൈവത്തെ മുഖാമുഖമായി കണ്ടിട്ടും എനിക്ക് ജീവഹാനി വന്നില്ല യാക്കോബ് പറഞ്ഞ് ആ സ്ഥലത്തിന് പെനിയേൽ എന്ന് പേരിട്ടു. അവൻ പെനിയേൽ കടന്നു പോകുമ്പോൾ സൂര്യൻ ഉദിച്ചു. അവൻ പെനിയേൽ കടന്നു പോകുമ്പോൾ സൂര്യൻ അവന്റെ മേൽ ഉദിച്ചു. കണ്ടോ? സ്തോത്രം. അടുത്തോടെ ആ വായിച്ചു നിർത്തിക്കോ. എന്നാൽ തുടയുടെ ഉളുക്ക് നിമിത്തം അവൻ മുടന്തി നടന്നു. അവൻ യാക്കോബ് ഞരമ്പ് തൊടുക കൊണ്ട് ഇസ്രായേൽ മക്കൾ ഇന്ന് വരെയും തുടയുടെ തടത്തിലെ ഞരമ്പ് തിന്നാറില്ല. കണ്ടോ? അനുഗ്രഹമൊക്കെ കിട്ടി, എല്ലാം ഓക്കെ ആയി, അക്കരയ്ക്ക് പൊക്കളാനും പറഞ്ഞു. പക്ഷെ നടപ്പിനൊരു വശപ്പശ. ഞാനതാ പറഞ്ഞത്, ആ ഉളുക്ക് വീഴുന്നതിന് മുമ്പേ ദൈവസേനത്തിൽ ഞാൻ യാക്കോബ് സമ്മതിച്ചാൽ നമ്മൾ രക്ഷപ്പെട്ടു. അത്ര പറഞ്ഞ ഞാൻ 32 അധ്യായം വിടുക. കാരണം മറക്കരുത്, അവൻ പെനിയേൽ കടന്നു പോകുമ്പോൾ സൂര്യൻ ഉദിച്ചു. കണ്ടോ? അതുവരെ ഉണ്ടായ സകല ഇടപാടും. ഇനി 33 അധ്യായത്തിലേക്ക് നിങ്ങൾ വന്നേ. 33 അധ്യായം എടുത്തല്ലോ അല്ലേ? യാക്കോബിന്റെ എന്താ പറയാ, കുബുദ്ധിയുടെ 1-2 വാക്യങ്ങൾ ഒന്ന് വായിച്ചേ. അനന്തരം യാക്കോബ് തല പൊക്കി നോക്കി. യേശാവ് അവനോട് കൂടെ 400 ആള് കണ്ടു. തന്റെ മക്കളെ റാഹേൽ 2 ദാസിമാരുടെ അടുക്കൽ വിഭാഗിച്ചു നിർത്തി. അവൻ ദാസിമാരെയും മക്കളെയും മുമ്പായും ലേയായെയും അവളുടെ മക്കളെയും പിന്നാലെയും യോസഫിനെയും ഒടുക്കമായും നിർത്തി. അവൻ അവർക്ക് മുമ്പായി കടന്നു 7 സാഷ്ടാംഗം നമസ്കരിച്ചുകൊണ്ട് തന്റെ സഹോദരനോട് അടുത്തു ചെന്നു. മതി, ബാക്കി വായിക്കണം. ഞാൻ പറയുന്നത് മതി. ബാക്കി വായിക്കാൻ നമുക്ക് ആവശ്യമുണ്ട്. യാക്കോബ് ഇങ്ങനെയാണ് ഇവരെ നിർത്തിയത്, ഏശാവിനെ എതിരേൽക്കാൻ വേണ്ടി പോവുക. കാരണം ഇൻ കേസ് ജ്യേഷ്ഠന് തന്നോട് ഇപ്പോഴും വൈരാഗ്യം മനസ്സിലുണ്ടെങ്കിൽ ഏട്ടന്റെ ഭാഗത്തു നിന്ന് നിശ്ചയമായിട്ടും ഒരു പ്രതികരണം ഉണ്ടാകും.
അങ്ങനെ വന്നാൽ ദാസിദാസന്മാർക്കിട്ട് ആദ്യമേ കിട്ടാവും, അവിടെ കഴിഞ്ഞ് പിന്നെ വന്നാൽ ലേക്കിട്ടും പിള്ളാർക്കിട്ടും കിട്ടണം. അവിടുന്ന് പിന്നെയും വരികയാണെങ്കിൽ റാഹലിന്റെ കൊള്ളാവും, റാഹലും കഴിഞ്ഞേ എന്റെ ദേഹത്ത് വരാവും. ഈ രൂപത്തിലാണ് താൻ നിർത്തിയത്, അല്ലേ? അതവന്റെ ഒരു ട്രിക്കി ആയിട്ട് നമുക്ക് തോന്നും. പക്ഷെ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യം, മൂന്നാമത്തെ വാക്യം ഒന്നുകൂടെ വായിച്ചേ. അവൻ അവർക്ക് മുമ്പായി കടന്ന് 7 പ്രാവശ്യം സാഷ്ടാംഗം നമസ്കരിച്ചുകൊണ്ട് സഹോദരനോട് അടുത്ത് ചെന്നു. മതി. ഇങ്ങനെയാണ് നിർത്തിയതെങ്കിലും സൂര്യൻ ഉദിച്ചു കഴിഞ്ഞ യാക്കോബിന്റെ സ്വഭാവത്തിൽ വലിയ വ്യത്യാസം. ഇങ്ങനെയൊക്കെയാണ് നിർത്തിയതെങ്കിലും അവരെല്ലാം അവിടെ നിർത്തിയിട്ട് താൻ ഏറ്റവും മുമ്പിൽ ചെന്നു. അതാ മൂന്നാം വാക്യം. അവൻ അവർക്ക് മുമ്പായി കടന്നു 7 പ്രാവശ്യം സാഷ്ടാംഗം നമസ്കരിച്ചുകൊണ്ട്. എന്ന് പറഞ്ഞ യേശാവ് തല്ലുകയാണെങ്കിൽ എന്നെ തല്ലിക്കോട്ടെ, ഉപദ്രവിക്കുകയാണെങ്കിൽ എന്നെ ഉപദ്രവിച്ചോട്ടെ, അവരുടെ ദേഹത്ത് വീഴരുത് എന്നുള്ള ചിന്താഗതിയിൽ. എന്ന് പറഞ്ഞാൽ സൂര്യൻ അവന്റെ മേൽ ഉദിച്ചതോടുകൂടെ, പെനിയേൽ കടന്നതോടുകൂടെ യാക്കോബിന്റെ മുഴുവൻ മനോഭാവത്തിനും ഒരു വലിയ വ്യത്യാസം. പ്രൈസ് ദി ലോർഡ്. ജീവിതത്തിൽ പെനിയേൽ കടന്ന ദൈവത്തിന്റെ പ്രവൃത്തി കണ്ടാൽ അറിയാം അവൻ ഇപ്പോഴും ലൂസിൽ നിൽക്കുകയാണോ അതോ പെനിയേൽ കഴിഞ്ഞോ എന്ന്. സ്തോത്രം. മനസ്സിലാവുന്നുണ്ടോ ഞാൻ പറഞ്ഞത്? കണ്ടോ? പെനിയേൽ കടന്നതുകൂടെ അവന്റെ മേൽ സൂര്യൻ ഉദിച്ചു. ജ്യേഷ്ഠൻ എന്തു വേണമെങ്കിലും ചെയ്തോട്ടെ, തല്ലുകയാണെ തല്ലട്ടെ, വെട്ടുകയാണെ വെട്ടട്ടെ, ഇടിക്കുകയാണെ ഇടിക്കട്ടെ, എന്തും കൊള്ളാൻ തയ്യാർ. ഭാര്യമാരും മക്കളെയും ദാസിദാസന്മാരെല്ലാം നിർത്തിയെങ്കിലും അവരെ മുമ്പേക്ക് വിടാതെ അവൻ അവർക്ക് മുമ്പായി കടന്നു എന്ന് 7 പ്രാവശ്യം വീണ് അവനെ നമസ്കരിച്ചു. നിങ്ങളെ അതത്രയും മതി. ബാക്കി കാര്യങ്ങളൊക്കെ നമുക്ക് കുറേശ്ശെ ചിന്തിച്ചു പോയാൽ മതിയല്ലോ. യാക്കോബ് ഓടിച്ചെന്ന് ഏട്ടനെ കണ്ട് സാഷ്ടാംഗം വീണ് നമസ്കരിച്ചു. ആ 4-ാം വാക്യം അവസാനിക്കുമ്പോണ്ടല്ലോ എനിക്ക് ഭയങ്കര സന്തോഷം തോന്നി. ഏശാവ് അവനെ ചുംബിച്ചു, 2 പേരും കരഞ്ഞു. ആത്മാർത്ഥമായിട്ടാണെങ്കിൽ ഗുണം ഇതാ, 2 പേരും കെട്ടിപ്പിടിച്ച് സഹോദരനെ കണ്ടതിന്റെ സന്തോഷത്തിൽ കെട്ടിപ്പിടിച്ച് 2 പേരും കരഞ്ഞു. ഏശാവ് ഓടി വന്ന് അവനെ എതിരേറ്റു. 4-ാം വാക്യം. ഏശാവ് ഓടി വന്ന് അവനെ എതിരേറ്റു, ആലിംഗനം ചെയ്തു, അവന്റെ കഴുത്തിൽ വീണു, അവനെ ചുംബിച്ചു, 2 പേരും കരഞ്ഞു. പിന്നെ യഥാസ്ഥാനപ്പെടുകയാണെങ്കിൽ ഇങ്ങനെയൊക്കെ ചെയ്യണമെന്നുള്ള ഞാൻ ഈ പറഞ്ഞു. നമ്മൾ യഥാസ്ഥാനപ്പെടുന്ന അറിയാം. ഉപവാസപ്രാർത്ഥന എഴുന്നേറ്റുന്ന് ഇന്ന് ഈ ദിവസങ്ങളിലെ ഉപവാസപ്രാർത്ഥനയിൽ പങ്കെടുക്കുവാൻ ദൈവം എനിക്ക് അവസരം തന്നെ ദൈവം സ്തുതിക്കുന്നു, മഹത്വപ്പെടുത്തുന്നു. ഇന്ന് പകൽക്കാലം കടന്നു വരാൻ തൊക്കണമായി ഇടയാ തീരുവാൻ തൊക്കണം. ദൈവം എന്നെ സഹായിച്ചതാണ് ഞാൻ സ്തോത്രം ചെയ്യുന്നു. വന്നിരിക്കുന്ന ഇവിടെ ഇരിക്കുന്ന ആരോടും എനിക്കൊന്നുമില്ല, എന്നോട് വാക്കൊന്നുമില്ല. ഞാൻ വിശ്വസിക്കുന്നു ഈ ദിവസം ഉപവാസ പ്രാർത്ഥനയിൽ ദൈവം തടസ്സമായി എന്റെ ജീവിതത്തിലെ കുറവ് നിൽക്കാതിരിപ്പാൻ. ആർക്കെങ്കിലും എന്തെങ്കിലും എന്നോട് എന്തെങ്കിലും ഉണ്ടെങ്കിൽ, എനിക്കും എന്തെങ്കിലും ഉണ്ടെങ്കിൽ ദൈവനാമ ക്ഷമ ചോദിച്ചുകൊണ്ട് ഞാൻ ദൈവം സ്ഥിതിക്കുന്നു. ദൈവം നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ. ഇതാണ് നമ്മുടെ യഥാസ്ഥാപനവും നമ്മുടെ നിരപ്പും. ഞാനൊരു കാര്യം പറയാം. പുതിയ നിയമത്തിനകത്ത് ക്ഷമ ചോദിക്കാൻ പ്രമാണമില്ല. കുഴഞ്ഞോ? പുതിയ നിയമ വിശ്വാസിക്ക് ക്ഷമ ചോദിക്കാൻ പ്രമാണമില്ല, ക്ഷമിക്കാനേ പ്രമാണമുള്ളൂ. അല്ല, എന്നോട് വന്ന ഒരു വാക്ക് പറഞ്ഞില്ലല്ലോ, അല്ലാതെ ഒന്നുമില്ല, എന്നാലും എന്നോട് ഒരു വാക്കെന്ന് പറയുന്നില്ല, എന്ത് കുഴപ്പം? അങ്ങനെ ബലം പിടുത്തം വേണ്ട. ക്ഷമ ചോദിക്കാൻ നോക്കിയിരിക്കണ്ട, അങ്ങ് ക്ഷമിച്ചാൽ മതി. സ്തോത്രം. കണ്ടോ? 2 പേരും കരഞ്ഞു. എനിക്ക് ഓർമ്മയുണ്ട്, എന്റെ കുഞ്ഞുനാളിൽ ഞാൻ പപ്പായുടെയും വല്യപ്പച്ചന്റെ കൂടെ ഒക്കെ യോഗത്തിനൊക്കെ പോകുന്ന സമയത്ത് എനിക്കിന്നും നല്ല ഓർമ്മയുണ്ട്. അവരെ വല്യപ്പച്ചന്റെ ഒക്കെ ഉപവാസ പ്രാർത്ഥനയിൽ പങ്കെടുക്കും ഇങ്ങനെ ചില ഗുണങ്ങളുണ്ടായിരുന്നു. എന്തെങ്കിലും ഉണ്ടെങ്കിൽ തുറന്നു പറഞ്ഞ് കെട്ടിപ്പിടിച്ച് ചുംബിച്ച് 2 പേരും കരഞ്ഞ്
ദൈവസന്നിധിയിൽ രണ്ടുപേരും ചേർന്ന് പ്രാർത്ഥിക്കുകയും അതിനുശേഷം സഭ ഒന്നടങ്കം അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുകയൊക്കെ ചെയ്യുന്നു. സ്തോത്രം. അവനുണ്ടായ ഗുണം എന്നറിയാമോ? മൂർഖമ്പാമ്പ് കടിച്ചപ്പോഴും തുപ്പല് തൂത്ത് സ്തോത്രം പറഞ്ഞേച്ച് പോകാനുള്ള തൻ്റെ ഇടം അവർക്കുണ്ടായിരുന്നു. അതാണ് അന്നത്തെ യഥാസ്ഥാപനത്തിന്റെ ഗുണം. പ്രൈസ് ദി ലോർഡ്. ഞാൻ വെറുതെ കെട്ടുകഥ പറഞ്ഞല്ല, വല്യപ്പച്ചന്റെ ജീവിതാനുഭവം ഞാൻ ഈ പറഞ്ഞത്. അന്നത്തെ വിശ്വാസത്തിന്റെ തീഷ്ണത മനസ്സിലാകുന്നുണ്ടോ? പാമ്പ് കടിച്ചതിനെയും പേപ്പട്ടി കടിച്ചതിനെയൊക്കെ ഹോളിനകത്ത് കൊണ്ടുവന്ന് പ്രാർത്ഥിച്ച് ആ വിഷം പുറത്തു ചാടുന്നത് കണ്ണാൽ കാണുന്ന ആത്മീക അനുഭവങ്ങളാണ് അന്നുണ്ടായിരുന്നത്. കുഴിക്കാലൊക്കെ നടന്നിട്ടുണ്ടോ സണിച്ചാട് ചോദിച്ചാൽ അറിയാം. അങ്ങനെ ആയിരുന്നു അന്നത്തെ വിശ്വാസത്തിന്റെ തീഷ്ണതയും യഥാസ്ഥാപനപ്പെടുന്നതും ഒക്കെ. അങ്ങനെ ആയിരിക്കണം. ഞാൻ പറഞ്ഞല്ലോ, എനിക്ക് ആക്കൊന്നുമില്ല, എന്നോടില്ലെന്ന് വിചാരിക്കുന്നു എന്ന് പറയുന്നതല്ല. തുറന്ന മനസ്സോടെ സ്നേഹിച്ച്, കണ്ടോ, കെട്ടിപ്പിടിച്ചു രണ്ടുപേരും കരഞ്ഞു. ഞാൻ വിചാരിക്കും യേശാവ് കരയേണ്ട ഒരാവശ്യമില്ല, കാരണം അവന് കിട്ടുന്ന അനുഗ്രഹം എല്ലാം തട്ടിപ്പിടുത്തോണ്ടല്ലേ യാക്കോബ് പോയത്. പക്ഷേ വർഷങ്ങൾക്ക് ശേഷം സ്വന്തം സഹോദരനെ കണ്ടപ്പോൾ അതൊന്നും മനസ്സിൽ വെക്കാതെ തുറന്ന മനസ്സോടെ രണ്ടുപേർ ഇങ്ങോട്ട്, എനിക്കതാ സന്തോഷം തോന്നുന്നത്. യാക്കോബ് ഇങ്ങോട്ട് വരാൻ നിന്നില്ല, യേശാവ് അങ്ങോട്ട് ഓടിച്ചെന്നു. നമ്മൾ പറഞ്ഞു ഇങ്ങോട്ട് വരട്ടെ വരികയാണെങ്കിൽ ഓക്കെ, അല്ലാതെ ഇപ്പം അവനൊന്നും മനസ്സിൽ വെച്ചോണ്ടിരിക്കുകയാണെങ്കിൽ ഇരിക്കട്ടെ. അവൻ മനസ്സിൽ വെച്ചോണ്ടിരിക്കുകയാണെങ്കിൽ ഇരിക്കട്ടെ. അല്ലെ എന്നോട് വന്ന് പറയുകയാണെങ്കിൽ ഞാനത് വിട്ടുകളയും. പുസ്തകം പറഞ്ഞാണ്ട് അങ്ങോട്ട് ഓടിച്ചെന്നു. നടക്കുവോ? അങ്ങോട്ട് എന്നൊക്കെ പറഞ്ഞേക്കാ നല്ലത്. വേദോസം പഠിപ്പിക്കുന്ന അങ്ങനെയൊക്കെ. ഇങ്ങോട്ട് വരാൻ നോക്കി നിൽക്കണ്ട, അങ്ങോട്ട് ചെന്ന് ഒന്ന് മനസ്സിൽ വെച്ചുകൊണ്ടിരിക്കണ്ട കേട്ടോ. എനിക്കൊരു പ്രയാസവും. നമ്മുടെ ആത്മീയ തടസ്സമായി നമ്മുടെ കുറവ് നിൽക്കരുത് സഹോദര എന്ന് പറഞ്ഞ് കെട്ടിപ്പിടിച്ചൊരു ചുംബനം കൊടുക്കാൻ സാധിച്ചാൽ നമ്മൾ രക്ഷപ്പെട്ടെന്നേ. സ്തോത്രം. അപ്പോഴാ ലൂസ് ബഥേലായൊക്കെ മാറുന്നത്, പെനിയൽ നമുക്കുണ്ടാകുന്നത്, അതുവരെ അസ്തമിച്ച സൂര്യൻ നമ്മുടെ മേൽ ഉദിക്കുന്നത്. പ്രൈസ് ദി ലോർഡ്. കണ്ടോ, യേശാവ് അങ്ങോട്ട് ഓടിച്ചെന്നു, അവനെ ചുംബിച്ചു, രണ്ടുപേരും കരഞ്ഞു. പിന്നെ അവൻ തലപൊക്കി സ്ത്രീകളെയും കുഞ്ഞുങ്ങളെയും കണ്ടു. നിന്നോട് കൂടെയുള്ള ഇവർ ആരെന്ന് ചോദിച്ചതിന് ദൈവമണിന് നൽകിയിരിക്കുന്ന മക്കൾ എന്നവൻ പറഞ്ഞു. കെട്ടിപ്പിടി ചുംബിച്ച് കരഞ്ഞതിന് ശേഷം യേശാവ് തലപൊക്കി നോക്കിയപ്പോൾ സഹോദരിമാരും കുഞ്ഞുങ്ങളും ഒക്കെ നിൽക്കുന്ന കണ്ടു. യേശാവ് ചോദിച്ചു, അല്ല, നിന്റെ കൂടെ വന്നിരിക്കുന്നവരാരാ? യാക്കോബിന്റെ മറുപടി, ദൈവം എനിക്ക് തന്ന എന്റെ മക്കളും കൊച്ചുമക്കളും ഒക്കെയാണ്. ദൈവം എനിക്ക് തന്ന സമ്പത്താണ്, ദൈവം എന്നെ അനുഗ്രഹിച്ചു എന്ന ഒരു സാക്ഷ്യം യേശാവിനോട് പറഞ്ഞു. അങ്ങനെ പറയാൻ കാര്യം, ദൈവം അടിയന് നൽകിയിരിക്കുന്ന മക്കൾ എന്ന് അവൻ പറഞ്ഞു. ദൈവം തന്ന അനുഗ്രഹം എന്നാ പറഞ്ഞു. കാരണം അപ്പന്റെ സഹോദരനായ യേശാവിന് കിട്ടേണ്ട അനുഗ്രഹം അടിച്ചു മാറ്റിക്കൊണ്ടാ പോകുന്നതെങ്കിൽ ഇപ്പം യാക്കോബ് പറയാണ്, ഞാനൊന്നും അടിച്ചു മാറ്റിയതൊന്നുമല്ല, ദൈവം എന്നെ ഊർജില്ലായിട്ട് അനുഗ്രഹിച്ചതാണ്. ഞാൻ എന്തെങ്കിലുമൊക്കെ നേടിയിട്ടുണ്ടെങ്കിൽ, എനിക്ക് എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ, ജ്യേഷ്ഠ സഹോദരായിരിക്കുന്ന യേശാവിനോട് പറയാണ്, യേശാവ് അച്ചാച്ച, ഞാനൊന്നും അടിച്ചു മാറ്റിയതല്ല, ദൈവം എനിക്ക് അറിഞ്ഞ് അനുഗ്രഹിച്ച് തന്നത് മാത്രമേ ഇന്ന് എന്നോടുകൂടെ ഉള്ളൂ എന്നാണ് പറഞ്ഞു വെച്ചത്. മനസ്സിലാകുന്നുണ്ടോ? സ്തോത്രം. കാരണം സംസാരിക്കുന്ന യേശാവുമായിട്ടാ അല്ലേ? സ്തോത്രം. അപ്പൊ ഉറപ്പ് വരുത്തണം, അടിച്ചു മാറ്റിയതല്ല, ദൈവം തന്ന അനുഗ്രഹം തന്നെയാണെന്ന്. അതിനാ പറഞ്ഞ, കണ്ടോ, ദൈവം അടിയന് നൽകിയിരിക്കുന്ന മക്കൾ എന്ന് അവൻ പറഞ്ഞു. അപ്പൊ ആ വാക്ക് കേട്ടപ്പോഴത്തേനും ലേയും റാഹേലും ഒക്കെ അടുത്ത് വന്ന് നമസ്കരിച്ചു. കണ്ടോ? അപ്പം യേശാവ് ചോദിക്കുകയാണ്, ഞാൻ വഴിക്ക് കണ്ട ആ കൂട്ടമൊക്കെ എന്തിനെന്ന് അവൻ ചോദിച്ചതിന്, യജമാനന് എന്നോട് കൃപ തോന്നേണ്ടതിനാകുന്നു എന്ന് അവൻ പറഞ്ഞു. അതിന് യേശാവ്, സഹോദര, എനിക്ക് വേണ്ടുന്നതുണ്ട്, നിനക്കുള്ളത് നിനക്കിരിക്കട്ടെ എന്ന് പറഞ്ഞു. അതിന് യാക്കോബ്, അങ്ങനെയല്ല, എന്നോട് കൃപയുണ്ടെങ്കിൽ എന്റെ സമ്മാനം എന്റെ കയ്യിൽ നിന്ന് വാങ്ങണമേ. ദൈവത്തിന്റെ മുഖം കാണുന്ന പോലെ ഞാൻ നിന്റെ മുഖം കാണുകയും നിനക്ക് എന്നോട് ദയ തോന്നുകയും ചെയ്തുവല്ലോ. ആ വാക്യൊക്കെ വായിക്കുമ്പോൾ ത്രില്ലടിച്ചു പോവുക. ഈ കെട്ടിപ്പിടിച്ച് ചുംബിച്ച് കഴിഞ്ഞപ്പോഴത്തേക്ക് ചോദിച്ചത് ആരാ? ദൈവം എനിക്ക് തന്ന എന്റെ കുടുംബവും എന്റെ മക്കളുമാണ് ഇതെല്ലാം.
ഇപ്പുറത്താണ്ട് ആട്ടുംകൂട്ടമൊക്കെ നിൽക്കുന്നു. ഉടനെ ഏശാവ് ചോദിച്ചു, ഇതൊക്കെ എന്തിനാ? അല്ല, അങ്ങേക്ക് എന്നോട് കൃപ തോന്നാൻ വേണ്ടി ഞാൻ കൊണ്ടുവന്നതാ. ഏശാവ് പറഞ്ഞു, മോനെ എനിക്ക് യാതൊന്നും വേണ്ട, എനിക്ക് ആവശ്യമെല്ലാം ഉണ്ട്, എല്ലാം നിന്റെ കൂടെ ഇരിക്കട്ടെ എന്ന് പറഞ്ഞു. അപ്പോൾ യാക്കോബിന്റെ മറുപടി, എന്നോട് അങ്ങേക്ക് കൃപയുണ്ടെങ്കിൽ ഇത് വാങ്ങണം. നോക്കിക്കേ, ഇവിടെ പെനിയേൽ കിടന്ന് പേര് മാറിക്കഴിഞ്ഞപ്പോൾ യാക്കോബിന്റെ സ്വഭാവത്തിലുണ്ടാകുന്ന വ്യത്യാസം, എന്ത് കണ്ടാലും തനിക്ക് വേണം, തനിക്ക് വേണം, തനിക്ക് വേണം, എല്ലാം അവന്റെ കൈക്കലാക്കണം ചിന്തിച്ച് യാക്കോബ് പറയാണ്, അങ്ങനല്ല, ഇതെന്റെ കയ്യിൽ നിന്ന് വാങ്ങിച്ചേ പറ്റൂ, ഈ സമ്മാനം വാങ്ങണം, അങ്ങക്ക് എന്നോട് കൃപയുണ്ടെങ്കിൽ എന്റെ ഈ സമ്മാനം വാങ്ങണം. അതിന്റെ കാരണം പറയുന്നുണ്ട്, ദൈവത്തിന്റെ മുഖം കാണുന്നത് പോലെ ഞാൻ നിന്റെ മുഖം കാണുകയും നിനക്കെന്നോട് ദയ തോന്നുകയും ചെയ്തുവല്ലോ. എന്റെ തമ്പുരാനെ, നമ്മൾ ഈ വാക്യം കണ്ടിട്ടുണ്ടോ? അത് ആദ്യമായിട്ട് കാണുക. ആരുമായിട്ടാണോ രമ്യതപ്പെടേണ്ടത് ആ വ്യക്തിയെ കണ്ട് കെട്ടിപ്പിടിച്ച് ചുംബിച്ച് യഥാസ്ഥാനപ്പെട്ട് കഴിഞ്ഞപ്പോൾ യാക്കോബ് ഏശാവോട് പറയാണ്, എന്നോട് കൃപയുണ്ട്, ഇത് വാങ്ങണം. ദൈവത്തിന്റെ മുഖം കാണുന്നത് പോലെയാണ് ഞാൻ അങ്ങയുടെ മുഖം കാണുന്നത്. പറ്റുമോ? ഹോളി കടന്നോട് തുള്ളുവോ ചാടുവോ ചെയ്യുമോന്നല്ല ഞാൻ ചോദിച്ചേ. അത് ആർക്കും ചെയ്യാവില്ല. താളബോധം ഉണ്ടെങ്കിൽ ആർക്കും തുള്ളാം. പിന്നെ തുള്ളലാണ് ഏതാണ്ട് വലിയ കാര്യം. ഞാൻ ചോദിച്ച അതല്ല. സ്വന്തം സഹോദരന്റെ മുഖത്ത് നോക്കുമ്പോൾ ദൈവത്തിന്റെ മുഖം കാണുന്ന പോലെ ഞാൻ അങ്ങയെ കാണുന്നു പറയാനുള്ള ഹൃദയവിശാലത ഉണ്ടോന്നാ ഞാൻ ചോദിച്ചേ. പറ്റുമോ? ആ, പറ്റണം. കണ്ടോ, യാക്കോബ് പറഞ്ഞ കണ്ടോ, ദൈവത്തിന്റെ മുഖം കാണുന്നത് പോലെയാണ് ഞാൻ അങ്ങയുടെ മുഖം കാണുന്നതും അങ്ങ് എന്നോട് ദയ കാണിച്ചതും. അങ്ങനെയൊക്കെ ഒരു സഹോദരൻ ഇടപെടാനും കാണാനും ഒക്കെ കഴിഞ്ഞിരുന്നെങ്കിൽ ഞാൻ ഓർക്കുക, എത്ര ഭാഗ്യം, എത്ര ഭയങ്കരമായത്. സ്തോത്രം. കുവൈറ്റിരിക്കുന്ന സഹോദരിമാര് കൂടെ ജോലി ചെയ്യുന്നവരുടെ ഇടപെടുമ്പോ ദൈവത്തിന്റെ മുഖം കാണുന്ന പോലെ അവരുടെ മുഖം തോന്നുന്നു പറയാൻ പറ്റുമോ? അതോ അവള് വന്നിട്ടുണ്ട്, ബാഗ് എടുത്തുണ്ട്, പോണ പോക്ക് കണ്ടില്ലേ? എനിക്കാണ് അവളെ കാണരുത്. നിങ്ങൾ അങ്ങനെ പറയുന്നല്ല, നിങ്ങളുള്ള സ്വാതന്ത്ര്യത്തിൽ ഞാൻ പറഞ്ഞാണ്, തെറ്റിദ്ധരിക്കരുത്. അങ്ങനെയാണ് പറയുന്നതെങ്കിലോ ഒന്നാലോചിച്ച് നോക്കി. എവിടെയൊക്കെ നമുക്ക് ഈ എന്താ പറയാ, നന്മയുടെ വഴി മുടങ്ങി ദൈവപ്രസാദം നഷ്ടപ്പെടുന്നറിയാമോ? ഞാൻ പറഞ്ഞു, നമ്മളോട് വൈരാഗ്യം, ഒന്ന് ചിരിച്ചേക്കണോന്നേ. മനസ്സിലാകുന്നോ? ഒന്ന് ചിരിക്കുന്ന എന്നാ കുഴപ്പം? തുറന്ന മനസ്സോടെ ചിരിച്ചേക്കണ. വല്ലം വിഷം മനസ്സിൽ കൊണ്ട് നടക്കണം, നടന്നോട്ടെ, നമ്മുടെ ഭാഗം ക്ലീൻ ആണല്ലോ. അത് അവള് വരുന്ന നമ്മൾ തിരിഞ്ഞ് നമ്മുടെ റൂമിലോട്ടും കയറി പോകും. അവള് പോയിട്ടാ ഞാൻ പോകുന്നത്. ഞാൻ അവിടെ മുമ്പിൽ ചെന്ന് കഴിഞ്ഞാൽ എന്റെ ഉള്ള മനസ്സമാധാനം കൂടെ പോകും എന്നാണോ ചിന്തിക്കുന്നത്? നോ. യാക്കോബ് പറഞ്ഞ കണ്ടോ, ദൈവത്തിന്റെ മുഖം കാണുന്നത് പോലെ. യാക്കോബിന് ഇനിയിപ്പോ അങ്ങനെയൊക്കെ പറയാം, കാരണം ഇപ്പൊ എത്ര പ്രാവശ്യം ദൈവിക ദർശനമൊക്കെ ഉണ്ടായി യാക്കോബിന്, ഇല്ലേ? ഏണി കാണുന്നു, ദൂതന്മാരെ കാണുന്നു. ഇപ്പം ദൂതനും യാക്കോബിന്റെ മല്ലുപിടുത്ത് പോകുന്നൊക്കെ പല സന്ദർഭത്തിലായപ്പോഴത്തേക്കിനും ദൈവത്തിന്റെ കരമാണെങ്കിൽ തിരിച്ചറിയാനുള്ള പക്വതയിലേക്ക് യാക്കോബ് വന്നു കഴിഞ്ഞപ്പോ, സ്തോത്രം, ഏശാവിന്റെ പ്രവൃത്തി കണ്ടപ്പോൾ അതൊരു ദൈവപ്രവൃത്തിയാണെന്ന് മനസ്സിലായിട്ട് യാക്കോബ് പറയുകയാണ്, ദൈവത്തിന്റെ മുഖം കാണുന്നത് പോലെയാണ് ഞാൻ അങ്ങയുടെ മുഖം കാണുന്നത്. നിനക്ക് നിന്റെ മുഖം കാണുകയും നിനക്ക് എന്നോട് ദയ തോന്നുകയും ചെയ്തുവല്ലോ. ഞാൻ അയച്ചിരിക്കുന്ന കാഴ്ച വാങ്ങണമേ, ദൈവം എന്നോട് കൃപ ചെയ്തിരിക്കുന്നു, എനിക്ക് വേണ്ടുവോളം ഉണ്ട് എന്ന് പറഞ്ഞ് അവനെ നിർബന്ധിച്ചു. അങ്ങനെ അവൻ വാങ്ങി. വളരെ നിർബന്ധിച്ചപ്പോൾ ഏശാവ് അത് വാങ്ങിച്ചു. ഇനിയുള്ള ഭാഗം അല്പം ഗൗരവമുള്ളതാണ്. ഈ 32-ാം അധ്യായത്തില് 5 മിനിറ്റ് ഉള്ളത് ഞാൻ ഒന്ന് തുടങ്ങി വെക്കാം നിർബന്ധമായി. ഇനിയുള്ള ഭാഗം അല്പം ഗൗരവമുള്ളതാണ്. 11-ാമത്തെ വാക്യം, പിന്നെ അവൻ നാം പ്രയാണം ചെയ്തു പോകാം, ഞാൻ നിനക്ക് മുമ്പായി നടക്കാമെന്ന് പറഞ്ഞു. ഏശാവ് പറഞ്ഞു, നമുക്ക് ഒരുമിച്ച് പോവാം, ഞാൻ നിനക്ക് മുമ്പായിട്ട് നടക്കാം. ചേട്ടൻ പറഞ്ഞ കാര്യം കെട്ടിപ്പിടിച്ച് ചുംബിച്ചു ആത്മാവിൽ നിറയൊക്കെ ചെയ്തു.
ഏശാവ് പറഞ്ഞു, ഇനി നമ്മൾ വേർപിരിഞ്ഞ് പോകാൻ പാടില്ല, ഒരുമിച്ച് ഒരു സഭയെ നമ്മൾ കൂട്ടായ്മ കൂടണം. ഇനി നിസ്സാര കാര്യം പറഞ്ഞ് നമ്മൾ സഭ മാറി പോകരുത്, ഒരുമിച്ച് വേണം നമുക്ക് യോഗത്തിൽ നിൽക്കാനെന്ന് ഏശാവ് പറഞ്ഞു. 13-ാം വാക്യം, അതിനവൻ അവനോട്, കുട്ടികൾ നന്നാ ഇളയവർ എന്നും കറവുള്ള ആടുകളും കന്നുകാലും കൂടെ ഉണ്ടെന്നും യജമാനൻ അറിയുന്നുവല്ലോ. അവയെ ഒരു ദിവസം അധികമായി ഓടിച്ചാൽ കൂട്ടമെല്ലാം ചത്തുപോകും. യജമാനൻ അടിയനു മുമ്പായി പോയാലും എന്റെ കൂടെയുള്ള കന്നുകാലികളുടെയും കുഞ്ഞുങ്ങളുടെയും പ്രാപ്തിക്ക് ഒത്തവണ്ണം ഞാൻ സാവധാനത്തിൽ അവയെ നടത്തിക്കൊണ്ട് സേയിരിൽ യജമാന്റെ അടുക്കൽ വന്നുകൊള്ളാം എന്ന് പറഞ്ഞു. സമയം പോകുന്നു, എന്തായാലും പറയാം. ഇവരുടെ തമ്മിലുള്ള സൗഹൃദ സംഭാഷണം എല്ലാം കഴിഞ്ഞിട്ട് ഏശാവ് പറഞ്ഞു, നമുക്ക് ഇനിയുള്ള നാൾ ഒരുമിച്ച് ജീവിക്കണം, ഒരുമിച്ച് കൂട്ടായ്മ കൂടി പോകണം, നമുക്ക് ഒരുമിച്ച് പോകാമെന്ന് പറഞ്ഞു. ഉടനെ യാക്കോബ് പറയാണ്, അച്ചാച്ചൻ അങ്ങോട്ട് പോക്കൂ, ഞാൻ പുറകെ വന്നേക്കാം. കാരണം കറവുള്ള ആടുകളൊക്കെ ഉണ്ട്, കുഞ്ഞായിട്ടുള്ള ആടുകളും ഒക്കെ ഉണ്ട്. എല്ലാത്തിനെയും കൂടെ കൂടുതൽ ഒറ്റ ദിവസം കൂടുതൽ നടത്തി കഴിഞ്ഞാൽ എല്ലാം കൂട്ടത്തോടെ ചത്തുപോകും. അതുകൊണ്ട് അച്ചാച്ചൻ മുമ്പിൽ പൊക്കൂ, ഞാൻ പുറകെ വന്ന് ആടിനെയൊക്കെ പതുക്കെ നടത്തി അതുങ്ങളുടെ ആരോഗ്യസ്ഥിതികളൊക്കെ അറിഞ്ഞ് പതുക്കെ നടത്തിക്കൊണ്ട് ഞാൻ അച്ചാച്ചന്റെ കൂടെ സെയിലേക്ക് വന്നേക്കാൻ പൊക്കോളാൻ പറഞ്ഞു. സ്തോത്രം, എനിക്കത് ഇഷ്ടപ്പെട്ടു. 15-ാമത്തെ വാക്യം ഞാൻ വായിക്കാവേ. എന്റെ ആളുകൾ ചിലരെ ഞാൻ നിന്റെ അടുക്കൽ നിർത്തട്ടെ എന്ന് ഏശാവ് പറഞ്ഞു. എന്തിന്? യജമാനന്റെ കൃപയുണ്ടായാൽ മതി എന്നവൻ പറഞ്ഞു. അങ്ങനെ ഏശാവ് വന്ന് തന്റെ വഴിക്ക് സെയിലേക്ക് പോയി. യാക്കോബോ സുക്കോത്തിന് യാത്ര പുറപ്പെട്ടു. കണ്ടോ? പിന്നെയും ശങ്കരൻ തെങ്ങേൻ എന്ന് പറഞ്ഞ പോലെ ചേട്ടനുമായി യഥാസ്ഥാനപ്പെട്ട് കെട്ടിപ്പിടിച്ചു കരഞ്ഞ് സമ്മാനമൊക്കെ കൊടുത്തെല്ലാം റെഡിയായി. ചേട്ടൻ പറഞ്ഞു, നമുക്കിനി ഒരുമിച്ച് ഒരു സഭയിൽ ആരാധിക്കണം, നമ്മൾ രണ്ട് സഭ നിൽക്കുന്നത് ശരിയല്ല, ഒരമ്മയുടെ മക്കളല്ലേ നമ്മള്, അതുകൊണ്ട് ഇനി അങ്ങനെ നിൽക്കുന്നത് ശരിയല്ല, നമുക്ക് ഒരുമിച്ച് വേണം കൂട്ടായ്മ പോകാൻ. അന്നേരം പറഞ്ഞ, അച്ചാച്ച മുമ്പോട്ട് പൊക്കോ, സെയിലേക്ക് പൊയ്ക്കോ, ഞാൻ പുറകെ വരാം, എനിക്ക് കുറെ ഏറെ ആടുമാടുകൾ ഉണ്ടെന്നും പ്രസവിച്ച ആടുകളുണ്ട്, അപ്പം തള്ളയാടുകൾ അങ്ങനെ നടത്താനൊക്കത്തില്ല, കുഞ്ഞുങ്ങളായിട്ടുള്ള ആടുകളുണ്ട്, അതിനെ നടത്താൻ പറ്റുകയില്ല, ഒരുമിച്ച് എല്ലാത്തിനും നടത്തിക്കഴിഞ്ഞാൽ കൂട്ടത്തോടെ എല്ലാം ചത്തുപോകും, അതുകൊണ്ട് ഞാൻ ഇവയെല്ലാം നടത്തിക്കൊണ്ട് പതുക്കെ വന്നോളാം. ചാച്ച മുമ്പിൽ പൊക്കോളാൻ പറഞ്ഞു. ഈ പതുക്കെ സാവധാനത്തിൽ വരുമ്പോഴേ ഓർക്കണം, ഒരുപാട് ഐറ്റംസിനെ നേരെ ആക്കിയിട്ട് വേണം വരാൻ, അല്ലേ കൃത്യസമയത്തിന് യോഗത്തിന് വരും. മനസ്സിലാവുന്നോ? 8 മണിക്ക് തുടങ്ങുന്ന സഭായത്തിന് 8:45 വരുന്നെങ്കിൽ ഒരുപാട് എണ്ണത്തിനെ ക്രമീകരിച്ചിട്ടാ വരുന്നത്, അന്നേരം ഓർത്തോണം. ആർക്കും കൃപയൊന്നും മനസ്സിലായില്ല, അത്രയും മതി. പ്രൈസ് ദി ലോർഡ്. ഞാൻ ആ വിഷയം അങ്ങ് പറഞ്ഞു പോകാം. ഇത് പറഞ്ഞിട്ട് ഏശാവ് സെയീറിലേക്ക് പോയി. 17-ാം വാക്യം, യാക്കോബോ സുക്കോത്തിന് യാത്ര പുറപ്പെട്ടു. ചേട്ടനോട് പറഞ്ഞ എന്താ? സെയീറിലേക്ക് വന്നേക്കാവുന്നു. പോയതോ സുക്കോത്തിലേക്ക്. ഈ നമ്മുടെ ഇടയിൽ ഒരു നാടൻ പഴഞ്ചൊല്ല, വടി വെക്കുന്നിടത്ത് കുട വെക്കുകയല്ലെന്ന്. ഇത് നമ്മുടെ ചിത്രമായി കാണിക്കുന്നേ. സെയിലേക്ക് പോകാമെന്ന് പറഞ്ഞ സുക്കോത്തിലേക്ക് പോയി. നമ്മളും അങ്ങനെ തന്നെയാണല്ലോ. എങ്ങോട്ട് പോവാ? പത്തനംതിട്ടയ്ക്കാ പോകുന്നെന്ന് പറഞ്ഞാൽ ചെങ്ങന്നൂർ പുള്ളി പോകുന്ന അന്നേരം ഓർത്തോണം, യാതൊരു സംശയമില്ല. ഞാൻ പത്തനംതിട്ട വരെ പോവുക എന്ന് പറഞ്ഞാൽ പുള്ളി ചെങ്ങന്നൂർക്കാ പോകുന്നെന്ന് യാതൊരു സംശയമില്ല. മനസ്സിലാവുന്നുണ്ടോ? ഞാന് പുളിങ്കുന്ന് വരെ പോവാന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഉറപ്പാണ് പുള്ളി അടൂർക്കാ പോകുന്നത്. നേരെ ഓപ്പോസിറ്റ് പിടിച്ചോണം. യാക്കോബും പറഞ്ഞ സെയിലേക്ക് വന്നേക്കാം, പുള്ളി നേരെ സുക്കോത്തിന് പോയി. സ്തോത്രം. എന്നിട്ട് പുള്ളി അവിടെ ചെന്ന് എന്താ ചെയ്യുന്നറിയാമോ? യാക്കോബോ സുക്കോത്തിന് യാത്ര പുറപ്പെട്ടു. ഞാൻ ആ 17-ാം വാക്യം വായിച്ചിരുന്ന ക്ലാസ് നിർത്താമേ. സുക്കോത്തിന് യാത്ര പുറപ്പെട്ടു, തനിക്കൊരു വീട് പണിതു, കന്നുകാലി കൂട്ടത്തിന് തൊഴുത്തുകളും കെട്ടി,
അതുകൊണ്ട് ആ സ്ഥലത്തിന് സുക്കോത്ത് എന്ന് പേർ പറയുന്നു. ശ്രദ്ധിക്കണേ, തനിക്കൊരു വീട് പണിതു. 32-ാം അധ്യായത്തിൽ നമ്മൾ വായിച്ചത് 28-ാം അധ്യായത്തിലെ രംഗമൊക്കെ എങ്ങനെയായിരുന്നു? നീ എന്നോടുകൂടെ ഇരിക്കണം, ഭക്ഷിപ്പാൻ ആഹാരം, ധരിപ്പാൻ വസ്ത്രം ഒക്കെ തന്ന എന്നെ വിടുവിച്ച് ആരകുത്തു എന്റെ അപ്പനെ വിളിക്ക് മടക്കി വരുത്തുകയാണെങ്കിൽ ഈ കല്ല് ആലയമാകും. കണ്ടോ? ആലയം പണിയുന്ന തീരുമാനമെടുത്ത കക്ഷി സൂക്കോത്തിലേക്ക് വന്ന ആലയത്തിന്റെ പണി മാറ്റി പുള്ളി ആദ്യം ഒരു വീടങ്ങ് പണിതു. കണ്ടോ? സ്തോത്രം. നമ്മുടെ എല്ലാ ഒറിജിനൽ ചിത്രമായി കാണുന്നത്. നാടൻ ഭാഷയിൽ പറഞ്ഞാൽ ഒരു ഗതിയും പരഗതി ഇല്ലായിരുന്ന സമയത്താണ് തീരുമാനമെടുത്തത്, ഈ ഒരു വഴി തുറന്ന് എനിക്ക് നന്മ തന്നാൽ ഞാൻ ദൈവസഭയ്ക്ക് വേണ്ടി അത് ചെയ്തേക്കാം, ഇത് ചെയ്തേക്കാം, കൺവെൻഷൻ നടത്താം, ഉപവാസപ്രാർത്ഥന നടത്താനൊക്കെ തീരുമാനമെടുത്തത്. 3 ദിവസം കൺവെൻഷൻ നടത്താൻ തീരുമാനമെടുത്ത കക്ഷി പിന്നീട് 3 ദിവസം ഉപവാസ പ്രാർത്ഥനയെ നിർത്തി. കൺവെൻഷൻ നടത്താമെന്നാ തീരുമാനിച്ചേ. പുള്ളി ആലോചിക്കുമ്പോ പൈസ ഒത്തിരി ചെലവാകും, എന്നപ്പോ എന്റെ 3 ദിവസം ഉപവാസം നടത്തിയേക്കാം. പ്രൈസ് ദി ലോർഡ്. അതുപോലാണ് ഇപ്പോൾ യാക്കോബ് ഒപ്പിച്ചു വെച്ചത്. ആലയം പണിയേണ്ടവൻ വീട് ആദ്യം പണിതു. സ്തോത്രം. കണ്ടോ? നമ്മളാ ഒരാളുടെ വാക്തങ്ങനല്ല കണ്ടത്, തനിക്കൊരു വീട് പണിതു. യഹോവയ്ക്ക് ആലയം പണിയെന്ന് പറഞ്ഞവൻ സ്ഥിതി മാറിക്കഴിഞ്ഞപ്പോൾ തനിക്കൊരു വീട് പണിതു. ഇങ്ങനാണല്ലോ പലരും. കല്ല് നാട്ടിയ ഇറങ്ങിയ പല പുള്ളികൾ ഇപ്പൊ അവർക്ക് വേണ്ടി വീട് പണിയുന്നതിന്റെ തിരക്കില്ല. നാട്ടിയ കല്ലോ. സ്തോത്രം. മനസ്സിലാകുന്നുണ്ടോ? ജീവിതത്തിന്റെ പ്രതിസന്ധിയിൽ ദൈവപ്രവൃത്തി കണ്ടപ്പോൾ നാട്ടിയ കല്ലുകളൊക്കെ നിൽക്കേ അതൊക്കെ പിന്നീട് ആലയമാക്കുമെന്ന് പറഞ്ഞ കക്ഷി അതെല്ലാം മറന്ന് വീട് പണി തുടങ്ങി. സ്തോത്രം. വീട് പണി. എന്നുവെച്ചാൽ പുള്ളി ഒരു പണി ചെയ്ത് ഏതായാലും സഭയിൽ ഒരു തീരുമാനമൊക്കെ എടുത്തതല്ലേ, കന്നുകാലി കൂട്ടത്തിന് ഒരു തൊഴുത്തും പണിതു. ആദ്യം വീട് പണിതു, പിന്നെ തൊഴുത്തു പണിതു. ബാക്കി നിങ്ങൾ വായിച്ചോ. ആ തൊഴുത്തിന്റെ അപ്പുറത്ത് ഒരു യാഗപീഠം. ആലയം പണിയാൻ തീരുമാനിച്ചവൻ അതുകൊണ്ടൊരു യാഗപീഠത്തെ ഒതുക്കി. ആലയം പണിയാണെങ്കിൽ വ്യവസ്ഥ അനുസരിച്ച് കുറഞ്ഞ 50 മുഴലും വേണ്ടേ. യാഗപീഠം ആകുമ്പോ 5 മുഴം മതി. എങ്ങനെയുണ്ട് ലാഭം? മിനിമം 50 മുഴമെങ്കിലും ആലയത്തിന്റെ വീതി വേണ്ട സ്ഥാനത്ത് അത് മാറ്റി പുള്ളി 50 മുഴം എന്നുള്ള മാറ്റി 5 മുഴത്തിലാക്കി. ബാക്കി ഞാൻ പിന്നെ പറയാം, സമയത്തിന്. മറക്കരുതേ, ആലയം പണിയാമെന്ന് തീരുമാനിച്ചവൻ ഒന്ന് സെയിലേക്ക് ചേട്ടനോട് ചെല്ലാന്ന് പറഞ്ഞവൻ സൂക്കോത്തിലേക്ക് പോയി. ആലയം പണിയാമെന്ന് പറഞ്ഞവൻ വീട് പണിതു, പിന്നെ താൻ തൊഴുത്തു പണിതു. ആ തൊഴുത്തിന്റെ അപ്പുറത്തോട് ഒരു കുഞ്ഞു യാഗപീഠവും പണിതു. അവിടെ എന്ത് പറ്റിയെന്നുള്ളത് ദൈവം വെച്ച് നമുക്ക് അടുത്ത ക്ലാസ്സിൽ പഠിക്കാം. ഇത്രയും പറഞ്ഞ് ഇന്നത്തെ ക്ലാസ് ഞാൻ ഇവിടെ അവസാനിപ്പിക്കുന്നു. ദൈവം നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ.